താലിബാന് പോയി ചേരണം, അൽഖദയെ പോയി ചേരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ നടന്നിരുന്നത്. സ്കൂൾ എഡ്യൂക്കേഷൻ കഴിയട്ടെ ഞാൻ പോയി ചേരും എന്ന് പറഞ്ഞിട്ടായിരുന്നു നടന്നിരുന്നത്. അപ്പൊ ഇത് അന്ന് ഐസിസ് ഫേമസ് അല്ല, ഐസിസ് പിന്നെ ഉണ്ടായി വന്നിട്ടുള്ളത്. താലിബാനും അൽഖയ്ദയും ഫേമസ് ആയിരുന്നു. അപ്പൊ ഒസാമ ബിൻ ലാദൻ എൻ്റെ ഹീറോ ആണ്. പുള്ളിക്കാരൻ ജിഹാദ് ചെയ്യാണ്, ഞാൻ അവരെ ഒപ്പം പോയി ജിഹാദ് ചെയ്യും, താലിബാന് പോയി ജിഹാദ് ചെയ്യും എന്ന് പറഞ്ഞ് നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഒസാമ ബിൻ ലാദന്റെ ബെഡ്റൂമിൽ നിന്ന് അവരുടെ സാധനങ്ങൾ സീസ് ചെയ്തപ്പം അൽക്കയാഗ്നിക്കിന്റെ മ്യൂസിക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടു. അപ്പൊ എന്തായിരുന്നു ഫീൽ ചെയ്ത്? എന്റെ ഹീറോ ഇങ്ങനല്ല, ഇതെന്റെ ഹീറോ അല്ല അങ്ങനെ പറഞ്ഞു. അത് ഹലാലായിരിക്കും, കാരണം അൽക്കയാഗ്നിക്കിന്റെ മ്യൂസിക്കോ? ഹായ് സൽമാൻ ബായ്, വെൽക്കം ടു മൈ ചാനൽ. ഹായ്. അല്ല, ഈ ഹായ് സൽമാൻ ബായ് എന്നാണോ പറയുന്നത്, ഹായ് എന്നാണോ പറയുന്നത്? ഞാൻ ബായ് 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 എന്നാ കേൾക്കണേ. സല്ലു ബായ്, ബീങ് ഹ്യൂമൻ എന്ന് പറഞ്ഞ് നടക്കുന്ന സല്ലു ബായ് ഇല്ലേ? കാരണം ഫാൻസ്, ആരാധകർ ശാന്തരാവുന്നില്ല. സൽമാൻ ബായിനെ കൊണ്ടുവരൂ, സൽമാൻ ഖാനെ കൊണ്ടുവരൂ എന്നൊക്കെ പറയണം. ഓ ഓക്കെ, സല്ലു ബായ് അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ ഈ ഹായ് സൽമാൻ ബായ് എന്ന് പറഞ്ഞപ്പോ ഞാൻ ബായ് പറയാന്ന് വിചാരിക്കുകയാണ്. അത് ട്രോൾ ആണോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ലൈക്ക് എങ്ങനെയായിരുന്നു സൽമാന്റെ ചൈൽഡ്ഹുഡ്? കൗമാരപ്രായത്തിന് മുന്നുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ മുസ്ലിങ്ങളെയും പോലെ തന്നെ തുടക്കം തൊട്ട് ബാങ്ക് വിളിയും ജനിച്ചപാടെ ബാങ്ക് വിളിയൊക്കെ കേട്ട് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത്. പക്ഷെ അതിനെക്കാട്ടിലും ഉപരി ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ, ഒരു തേർഡ് ജനറേഷൻ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക് എക്സ് ജമാഅത്ത് ഇസ്ലാമിക്കാരൻ എന്നുള്ള നിലയിൽ നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇസ്ലാമിക രാഷ്ട്രീയം ഉള്ളിൽ പിന്നെ ഡയറക്ട്ലി ഇൻജക്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവം. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രം പിടിച്ചടക്കുന്ന സംഭവങ്ങളൊക്കെ നേരത്തെ നമുക്ക് ഉള്ളിലുള്ളതാണ്. പ്രോ പലസ്തീൻ വിഷയങ്ങളും പലസ്തീൻ വിഷയങ്ങളൊക്കെ തുടക്കം തൊട്ടേ നമ്മൾ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. 2021 തുടങ്ങിയതല്ല. അത് 1920 മുസ്ലിം ബ്രദർഹുഡ് തുടങ്ങിയത്. അന്ന് തൊട്ടേ അവർ പ്രോ പലസ്തീൻ വിഷയം, ആന്റി കോളനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിക ഭരണം കൊണ്ടുവരാൻ വേണ്ടി, ഖലീഫത്ത് കൊണ്ടുവരാനുള്ള പരിപാടികൾ അവർ തുടങ്ങിയിട്ടുണ്ട് അണിയറയിൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പലസ്തീൻ അന്നേ അവർ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പലസ്തീൻ വിഷയമൊക്കെ നേരത്തെ നമ്മുടെ ഉള്ളിലുള്ളതാണ്. അപ്പോ അതൊരു സംഭവമാണ്. ബാക്കിയുള്ള മുസ്ലിങ്ങളെ ഒക്കെ പലസ്തീൻ വിഷയമൊക്കെ പിന്നീട് വായിച്ചിട്ട് അറിയുന്നതായിരിക്കും. ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പലസ്തീൻ വിഷയം അവരുടെ ഉള്ളിൽ നേരത്തെ ചെറുപ്പം തൊട്ടേ കുത്തിവെച്ചിട്ടുണ്ടാവും. അത് രാഷ്ട്രീയ ഇസ്ലാമിന്റെ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ഒരു ഭാഗമാണ് അവരുടെ അജണ്ട മുന്നോട്ട് വെക്കുക എന്നുള്ളതിൽ. അപ്പോൾ അതൊരു സംഭവം. പിന്നെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ള ഇപ്പൊ സലഫികളാണെങ്കിലും ഈ മുജാഹിദുകളാണെങ്കിലും സുന്നികളാണ്, അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഇസ്ലാമിക രാഷ്ട്രീയം ഉള്ളിൽ കയറ്റുന്നതിന്റെ ഭാഗമായിട്ട് ബ്രദർഹുഡിന്റെ ആൾക്കാരുടെ പുസ്തകങ്ങളായിരിക്കും നമ്മളോട് വായനാശീലം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്ന സംഭവങ്ങൾ. ജമാഅത്ത് ഇസ്ലാമിന്റെ മദ്രസകളിലാണെങ്കിലും വീടുകളിലാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. എന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ സിലാവുൽ ഖുർആൻ എന്ന് പറയുന്ന ഇന്ത്യ ഷാഡോ ഓഫ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സയ്യിദ് കുത്തുബ്, മുസ്ലിം പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ ഇറക്കിയിട്ടുള്ള ആ സയ്യിദ് കുത്തുബിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് എൻ്റെ വീടുകളിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുടുംബം ആയതുകൊണ്ട് തന്നെ വായിച്ചിട്ടുണ്ടായിരുന്നത്. തഫ്സീറും ഉണ്ട്, ട്രാൻസ്ലേഷനും ഉണ്ട് സയ്യിദ് കുത്തുബിന്റെ സിലാവുൽ ഖുർആൻ. അപ്പൊ അത് വായിച്ചിട്ട്, അപ്പൊ നമ്മുടെ എൻ്റെ ഗ്രാൻഡ് ഫാദർ അത് വായിക്കുമ്പോൾ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു, മടിയിലിരുന്നിട്ട് അത് കേട്ടിട്ടാണ് ഞാൻ വളർന്നിരുന്നത്. മഗ്‌രിബ് തൊട്ട് ഇശാ വരെ അത് വായിക്കും. പിന്നെ രാവിലെ തഹജ്ജുദിന് ശേഷം വായിക്കും, സുബൈക്ക് മുന്നുള്ള നിസ്കാരത്തിന്. അപ്പൊ ഞാൻ എണീറ്റിട്ടുണ്ടാവില്ല, ഞാൻ സുബൈക്കല്ല നമ്മളെ വിളിച്ച് എണീപ്പിക്കുള്ളൂ. അപ്പോ ഈ മഗ്‌രിബ് തൊട്ട് ഇശാ വരെയുള്ള സമയത്ത് നമ്മൾ ഇതിങ്ങനെ ഒപ്പം ഇത് കേട്ടിട്ടാണ് വളർന്നിരുന്നത്. അതൊരു സംഭവം. പിന്നീട് സൈനബുൽ ഗസാലിന്റെ പുസ്തകം, ഈ ഇസ്ലാമിക വിമോചനത്തിൽ സ്ത്രീകൾക്ക് ഭാഗമുണ്ട്, ജമാഅത്ത് ഇസ്ലാമി പ്രോഗ്രസീവ് ആണ്, ഇസ്ലാം പ്രോഗ്രസീവ് ആണെന്ന് കാണിക്കാൻ വേണ്ടി സ്ത്രീകളെ മുൻപന്തിൽ വെച്ചിട്ടുള്ള ഒരു കളി ജമാഅത്ത് ഇസ്ലാമിക്കാർ തുടക്കം തൊട്ടേ കളിക്കുന്നുണ്ട്. അത് മുസ്ലിം ബ്രദർഹുഡിന്റെ ഒരു ഭാഗമാണ്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ഞാൻ പറയുമ്പോൾ അത് മുസ്ലിം ബ്രദർഹുഡിന്റെ സൗത്ത് ഏഷ്യൻ ഓഫ് ഷൂട്ടാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത്. അതിൽ പല ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമി കാശ്മീർ ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശ് ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമി പാകിസ്ഥാൻ ഉണ്ട്, പല രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊരു ഭാഗമാണ്. അപ്പോൾ സൈനബുൽ ഗസാലിന്റെ ട്രാൻസ്ലേഷൻസ്, മലയാളം ട്രാൻസ്ലേഷൻസും വായിച്ചിട്ടാണ് ഞാൻ വളർന്നത്. അത് ഇസ്ലാം പ്രോഗ്രസീവ് എന്ന് കാണിക്കാൻ വേണ്ടി, ഇസ്ലാമിക് ഫെമിനിസം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ സൈനബുൽ ഗസാലിനെ വെച്ചിട്ടാണ് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ശരിക്കും ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് ഇസ്ലാമിക് ഫെമിനിസം
ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ലോകത്തെമ്പാടും മുസ്ലിം ബ്രദറിന്റെ ആൾക്കാരാണ് ഇസ്ലാമിക് ഫെമിനിസം കൊണ്ടുവന്നിട്ടുള്ളത്. വേറൊരു ഇസ്ലാമിക പ്രസ്ഥാനം അത് മുന്നോട്ട് വെച്ചിട്ടില്ല. കാരണം ഇസ്ലാമിക് ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് ഇവർ മുന്നോട്ട് വെക്കാൻ തന്നെ കാരണം ഈ തക്കിയ ഡിസീറ്റ് വെച്ചിട്ട് പിടിച്ചടക്കാനുള്ള ഒരു പരിപാടിയായിട്ടാണ്. അതാണ് ഒരു സംഭവം. സൈന മുൽഗസലിന്റെ പുസ്തകങ്ങൾ. പിന്നെ ഈ അഹമ്മദ് ബഹജദ് എന്ന് പറയുന്ന മുസ്ലിം ബ്രദറുഡിന്റെ സ്ഥാപകൻ ഒരാളുണ്ടായിരുന്നു, സ്ഥാപകരായിട്ടുള്ള ഒരു എഴുത്തുകാരൻ, ഒരു ടീച്ചറായിരുന്നു, സ്കൂൾ ടീച്ചറായിരുന്നു. അപ്പൊ കുട്ടികളെ പഠിപ്പിച്ചുള്ള പരിചയം കൊണ്ട് പുള്ളിക്കാരന് ഈ അൻബിയാവുൽ ഖുർആൻ എന്ന് പറഞ്ഞിട്ട് അറബിയിൽ ഖുർആനിൽ പറഞ്ഞ പ്രവാചകന്മാരുടെ കഥകൾ കുട്ടികൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അറബി ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിന്റെ മലയാളം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നാണ്. ഇപ്പൊ ഇസ്ലാമിക രാജ്യമാണ് പിന്നെ ഇസ്ലാമിന്റെ പോരുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ അദ്ദേഹമാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്തിട്ടുള്ളത്. അതാണ് അത് വായിച്ചിട്ടാണ് ഞാൻ വളർന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ ജമാഅത്ത് ഇസ്ലാമിക്ക് പ്രത്യേകമായിട്ട് വരും. അപ്പൊ ഇതൊക്കെയാണ് എന്റെ ചൈൽഡ്ഹുഡ്. മലർവാടിയും കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലേ? ഈ ഒരു സംഭവം കഴിഞ്ഞിട്ടാണ് ഫസ്റ്റത്തെ ജനറേഷൻ കുട്ടികൾക്ക് ഇത് കൊടുത്തതിന് ശേഷം പിന്നെ മലർവാടി അങ്ങനെയാണല്ലേ വരുന്നത്? അതോ അത് മലർവാടിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ ചെറുപ്പത്തിൽ മലർവാടി ഇല്ല. അത് പിന്നീട് ഒരു മാധ്യമം എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷമാണ് മലർവാടി എന്നുള്ള സംഭവം കൊണ്ടുവരുന്നത്. അത് ശരിക്കും മാധ്യമം എസ്റ്റാബ്ലിഷ് ചെയ്തതിനു ശേഷം കുട്ടികൾ ബാലരമയും ബാലമംഗളൊക്കെ വായിച്ച് വളർന്ന് കണ്ടപ്പോൾ സലഫികളും സുന്നികളൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചിത്രം വരക്കൽ ഹറാമാണ്. അപ്പൊ അത് ഹറാമായതുകൊണ്ട് അവരത് വരച്ചില്ല. സലഫികൾ അതിനെ ഹറാമാക്കി മാറ്റി, നിങ്ങൾ വായിക്കാനേ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. സുന്നികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്നും അറിയില്ല. അപ്പൊ അവര് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് ബാലരമയും ബാലമംഗളൊക്കെ ചിത്രം ഹറാമായതുകൊണ്ട് വായിക്കേണ്ടെന്ന് പറയും. ഇനി വായിക്കുകയാണെങ്കിൽ വായിച്ചോട്ടെ എന്ന് വിചാരിക്കുന്ന ലിബറൽ ആയിട്ടുള്ള സുന്നികളും ഉണ്ടാവും. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇതിൽ വളരെ ബുദ്ധിപരമായിട്ട് അവരുടെ തക്കിയ എന്ന് പറയുന്ന വഞ്ചനയാണ്. അപ്പൊ ആ വഞ്ചന വെച്ചിട്ട് പിടിച്ചെടുക്കാനുള്ള ഒരു ആശ ആയതുകൊണ്ട് തന്നെ ബാലരമയും ബാലമംഗളത്തിനും ബദലായിട്ടൊരു സാധനം കൊണ്ടുവരണം കേരളത്തിൽ, കുട്ടികളെ കുട്ടികളെ ആ ഇൻഡോക്ട്രിനേഷൻ ആ വേൾഡ് വ്യൂവിൽ നിലനിർത്താൻ വേണ്ടി. അങ്ങനെ മാധ്യമത്തിന്റെ ഭാഗമായിട്ട് തന്നെ വന്ന സംഭവമാണ് മലർവാടി. മലർവാടിയിലൂടെ അവർ ഈ ഇസ്ലാമിക ആശയങ്ങളും സാധനങ്ങളൊക്കെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ആ കഥകളുടെ ഉള്ളിലൊക്കെ അത് കയറ്റി വെച്ചിട്ടുണ്ടാവും. ഈമാൻ എന്നൊക്കെ ആയിരിക്കും. ഈമാൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് മലർവാടിയിൽ. അതിന്റെ ഉള്ളില് ഇസ്ലാമിന്റെ സാധനങ്ങളും പ്രോ പലസ്തീൻ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേമാതിരി പട്ടാളം പൈലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിത്രകഥ ഉണ്ട്. അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കുറെ വായിച്ചു കഴിഞ്ഞ് കാണാൻ പറ്റും. അപ്പൊ അത് പച്ചക്ക് ഇസ്ലാം എന്നൊന്നും പറയില്ല, മറിച്ച് അതിന്റെ ഉള്ളിൽ കൂടി ഈ ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തിന്റെ ഭാഗങ്ങളായിട്ടുള്ള പ്രോ പലസ്തീൻ സാധനങ്ങൾ, ആന്റി കൊളോണിയലിസ്റ്റിക് സാധനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ട് ഇതിന്റെ ഉള്ളിൽ വെക്കും. അപ്പൊ അതൊരു സംഭവമാണ്. അപ്പൊ മലർവാടി പിന്നീടാണ് വന്നത്. ഞാൻ ഈ മലർവാടിയും ബാലമംഗളും ബാലരമയും ഒക്കെ ഒരുമിച്ചിരുന്ന് വായിക്കും. മൂന്നും ഒരുമിച്ച് വായിച്ചിട്ട് മൂന്നും ഇങ്ങനെ വായിക്കും. ഒരു കമ്പാരിറ്റീവ് റീഡിങ് ചെറുപ്പത്തിൽ നടത്തും. എന്റെ മനസ്സിൽ കമ്പാരിറ്റീവ് റീഡിംഗ് അല്ല, പക്ഷെ നമ്മൾ മൂന്ന് വായിക്കുമ്പോൾ നമ്മൾ അൺകോൺഷ്യസ്ലി ഇത് കമ്പയർ ചെയ്യുമല്ലോ. അപ്പൊ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഈ കഥാപുസ്തകങ്ങളിലൊക്കെ ഏറ്റവും ബോറിംഗ് മലർവാടിയാണെന്നാണ്. പക്ഷെ ചില വീടുകളിൽ മലർവാടി മാത്രമേ വായിക്കുള്ളൂ. ബാലരമ കാഫിറിൻ്റെതാണ്, ഹറാമാണ് എന്നാ പറയാം. എന്നിട്ട് മലർവാടി മാത്രം സബ്സ്ക്രിപ്ഷൻ വാങ്ങുന്ന ഒരുപാട് വീടുകളുണ്ട്, അതുപോലെ മാധ്യമം. അതെ, ഏറ്റവും എനിക്കും ഇത് തന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ബാലരമയും ബാലമംഗളത്തിലും മലർവാടിയിലും ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ളത് ഈ മലർവാടി സാധനം. എനിക്കും അത് തോന്നിയുള്ള ഒരു കാര്യമാണ്. കാരണം അവര് ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവര് ഫോക്കസ് ചെയ്യുന്നത് ആ പിന്നെ അജണ്ട ഉള്ളിൽ കുത്തിക്കയറ്റുക എന്നുള്ളതാണ്, ഇൻഡോക്ട്രിനേഷൻ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഐഡിയോളജി വരുമ്പോൾ എന്റർടൈൻമെന്റ് വാല്യൂ കുറയും. അതുകൊണ്ടാണ് അത് വരുന്നത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ബാലരമയും ബാലമംഗളൊക്കെ ബാൻ ചെയ്യും വീടുകളിൽ നിന്നിട്ട്, കുട്ടികളത് വായിച്ച് വളരാതിരിക്കാൻ വേണ്ടി. അത് ഈ ജമാഅത്ത് ഇസ്ലാമി ഒരു കാഡറി സാധനം ആയതുകൊണ്ട് പള്ളികളിലും ഇതിലൊക്കെ ഇതാണ് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. അത് ഇതുപോലെ വളരെ ഇൻഡോക്ട്രിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി നിന്നാണല്ലോ സൽമാൻ വരുന്നത്. ഇങ്ങനെ ഒരുപാട് ബുക്സ് ഒക്കെ വായിച്ച്. അപ്പം ഈ ഒരു ഇത്രയും ഇൻഡോക്ട്രിനേഷൻ ചിലപ്പം വേറെയുള്ള ജമാഅത്ത് ഇസ്ലാമി ഫാമിലിയിലെ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അത് കുറച്ചും കൂടി ട്രിക്കിൾ ഡൗൺ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും കേരളത്തിൽ അതിന്റെ സ്പ്രെഡ് വരുന്നത്. അപ്പൊ അത് ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് സൽമാൻ. അങ്ങനെ ഈ ഒരു ഇൻഡോക്ട്രിനേഷനും ഈ ഒരു ഇത്രയും കടുത്ത വിശ്വാസമൊക്കെ വെച്ച് സൽമാൻ സ്കൂളിൽ പോകുമ്പോൾ അഫ്കോഴ്സ് സൽമാന് ഈ സെലഫി ആശയങ്ങളും അതുപോലെ വഹാബിസ്റ്റ് ആശയങ്ങളും അല്ലെങ്കിൽ ഹിന്ദുസും അതുപോലെ ഒരുപാട് റിലീജിയൻസ് ഉള്ള കുട്ടികളായിട്ട് മിക്സ് ആകുമ്പോൾ അവരുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയായിരുന്നു ആ സമയത്ത്? ഇവരൊക്കെ മോശക്കാരായിരുന്നു കരുതിയിരുന്നു, അതോ എങ്ങനെയായിരുന്നു അവരോടുള്ള ബിഹേവിയർ? അതൊരു ഓരോ മുസ്ലിം കുട്ടിക്കും ഉണ്ടാവുന്ന ഒരു വലിയൊരു പ്രശ്നമാണ് ഇന്ത്യയിലും കേരളത്തിലൊക്കെ.
കാരണം അവര് പഠിച്ചു വളർന്ന വീടുകളിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ഇസ്ലാമും ആ ഇസ്ലാമിൽ നിന്ന് നേർ വിപരീതമായിട്ടാണ് അവർ സമുദായത്തിൽ ഇറങ്ങുമ്പോൾ അവർ കാണുന്ന കാര്യങ്ങൾ. അപ്പോൾ ഖുറാനും ഹദീസും പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീൻ്റെ ഉള്ളിൽ കോഗ്നിറ്റീവ് ഡിസോണൻസ് വളരെ സ്ട്രോങ് ആയിട്ട് വരും. അപ്പൊ ഈ കുട്ടികളെ പറ്റി നമ്മൾ പറയാറുണ്ട്, സമുദായത്തിന്റെ കണ്ണാടിയാണ് കുട്ടികൾ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ഈ വീട്ടിൽ പറയുന്ന കാര്യങ്ങൾ പച്ചക്ക് കുട്ടികൾ പുറത്ത് വന്ന് പറയും. മാതാപിതാക്കൾ പുറത്ത് ചിരിച്ചു നിൽക്കും, ഉള്ളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയും, വെറുപ്പിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ ഇത് കുട്ടിക്ക് അറിയില്ലല്ലോ എന്ത് പറയണമെന്ന്, കുട്ടിക്ക് അറിയില്ല എന്താണ് സംഭവങ്ങൾ. അപ്പൊ കുട്ടി മാതാപിതാക്കളെ റോൾ മോഡലായി കാണുന്ന കുട്ടി ആയതുകൊണ്ട് മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങളും കുടുംബക്കാർ പറയുന്ന കാര്യങ്ങൾ അതേപടി കുട്ടി ഇവിടെ വന്നിട്ട് കാണിക്കും. അതായിരുന്നു ഞാൻ ടീനേജിൽ എത്തിയപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ക്ലാഷ് എന്ന് പറയുന്നത്. ഞാൻ സ്വന്തം വീടുകൾ തുടക്കം തൊട്ടേ എന്നെ ഇതിങ്ങനെ ഇസ്ലാമിക രാഷ്ട്രമൊക്കെ പഠിപ്പിച്ച് വളർന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ ഖുറാനിൽ ഈ പറഞ്ഞതുപോലെ അസല് കാഫിറോഫോബിയ ഉള്ളൊരു സംഭവമാണ്. കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം, കാഫിർ നജിസാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ അതൊരു ഭാഗത്ത് നിൽക്കുന്നു. എന്നിട്ട് നമ്മൾ ബൗസറ സമുദായത്തിൽ വന്നിട്ട് അവരൊപ്പം സ്കൂളിൽ പോകുന്നു, അവരൊപ്പം ഇരിക്കുന്നു. അപ്പോൾ ഇതേ ഖുറാനിൽ ഇവർ നജിസാന്നും പറയുന്നത്, അപ്പൊ അവരൊപ്പം ഇരിക്കാൻ പറ്റുമെന്നുള്ള ചിന്തകളായിരുന്നു എനിക്ക്. അപ്പൊ ഇത് ഭയങ്കര ക്ലാഷാണ്. അപ്പൊ ഓരോ കുട്ടിക്കും ഇത് ഭയങ്കര ക്ലാഷാണ്. ഭയങ്കര പ്രഷർ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഓരോ കുട്ടീന്റെ ഉള്ളിലും. അത് പ്രത്യേകിച്ച് എന്നെ പോലത്തെ അല്ലെങ്കിൽ ആത്മാർത്ഥതയുള്ള ചിന്തിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് ഉണ്ടാവും. ചില കുട്ടികൾക്ക് അത് പാരന്റ്സ് പറയുന്ന പോലെ തന്നെ ജീവിക്കാനുള്ള തോന്നലുകൾ ഉണ്ടാവും. ചില കുട്ടികൾക്ക് അത് ഉള്ളിൽ വെക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും കുട്ടികൾക്ക് ഈ വഞ്ചനയും ചതിയൊന്നും അറിയാത്ത ആൾക്കാരാണ് കുട്ടികൾ എന്ന് പറയുന്നത്. അപ്പൊ ആ കുട്ടികൾ ഇത് പുറത്ത് കാണിക്കും. അത് എല്ലാവരും കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത് കാണിക്കുമ്പോൾ പാരന്റ്സ് അത് കാണിക്കണ്ടെന്ന് പറയുമ്പോൾ മിണ്ടാതിരിക്കുന്ന കുട്ടികളായിരിക്കും അധിക പേരും. അത് വീട്ടിൽ വെച്ചാൽ മതി എന്നായിരിക്കും പാരന്റ്സ് അവരോട് പറയാം. എന്നെ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, എന്നെ ചെറുപ്പം തൊട്ടേ ഇത് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചത് കൊണ്ട് ഇത് സത്യമാണെന്ന് നമ്മള് പിന്നെ നമ്മുടെ കുടുംബം നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ച് കഴിഞ്ഞു. അപ്പോ പിന്നീട് സ്കൂളുകളിലോട്ട് വരുമ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നു. അല്ലെങ്കിൽ ടീനേജിലാണ് ശരിക്കും. ഞാൻ മലപ്പുറം ജില്ലയിൽ ജനിച്ചു വളർന്നുകൊണ്ട് മുസ്ലിം സ്കൂളുകളാണ് പഠിച്ചിരുന്നത്. AP കാന്തപുരത്തിന്റെ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. കാരണം ജമാഅത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ എല്ലാ മുസ്ലിങ്ങളും ഉമ്മത്താണ്. അവിടെ AP ഷിർക്കാണെന്നുള്ള സംഭവം ജമാഅത്ത് ഇസ്ലാമിക്കില്ല. ശരിക്കും അതാണ് ഈ സലഫികളും ജമാഅത്ത് ഇസ്ലാമിക്കും തമ്മിലുള്ള ഒരു ചിസ് എന്ന് പറയുന്നത്, ഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ സുന്നികൾ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജമാഅത്ത് ഇസ്ലാമിക്കാർ ഈ ഹിന്ദുക്കളായിട്ട് കൂടുതലായിട്ട് അടുക്കുന്നു. അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ പിന്നെ വഹാബി ആശയങ്ങൾ നിസ്കാരത്തിലും ഇതിലൊക്കെ വഹാബി ആശയങ്ങൾ പിന്തുടരുകയും ആൾക്കാരെ ഇടപഴകുമ്പോൾ കുറച്ചും കൂടി തക്കിയ ആശയങ്ങളെ കൊണ്ടെടുക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഈ തക്കിയന്റെ വിഷയം വരുമ്പോൾ, ഇസ്ലാമിക രാഷ്ട്രീയത്തിന്റെ വിഷയം വരുമ്പോൾ ആ ഭാഗത്താണ് സലഫികളും ജമാഅത്ത് ഇസ്ലാമിക്കാരും അടിയാവുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തെമ്പാടും. ഇതേ സുന്നികൾ അല്ലെങ്കിൽ കേരളത്തിലെ സുന്നികൾ ജമാഅത്ത് ഇസ്ലാമിക്കാരെ അടിയാവാൻ കാരണം ഈ തക്കിയന്റെ ആശയങ്ങൾ മനസ്സിലാക്കാത്ത ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ സാധനങ്ങൾ മനസ്സിലാക്കാത്ത ഒരു സംഭവമുണ്ട്. അപ്പൊ അതിനേക്കാളും ഉപരി ജമാഅത്ത് ഇസ്ലാമിക്കാർ പിന്നെ നിസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ വഹാബി ആശയങ്ങൾ കൊണ്ടെടുക്കുന്ന ആൾക്കാരാണ് കർമ്മത്തിന്റെ കാര്യത്തിൽ. അപ്പോൾ അത് സുന്നികൾക്ക് ഇഷ്ടമല്ല, അത് സുന്നികളെ ചിന്താഗതിക്ക് എതിരാണ്, അല്ലെങ്കിൽ അതിന് പിന്നെ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിക്കാരെ സുന്നികളും അടുപ്പിക്കാത്തത്, മുജാഹിദുകളും അടുപ്പിക്കാത്തത്. അതുകൊണ്ടാണ് ഇന്നിപ്പോ സമസ്തന്റെ സമ്മേളനത്തിൽ സമസ്ത ജമാഅത്ത് ഇസ്ലാമിന്റെ ഒപ്പം നിൽക്കൂല, ജമാഅത്ത് ഇസ്ലാമിക്കാരെ നമ്മിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ പ്രസംഗം നടത്തിയത്. അതാണ് ഇതുകൊണ്ടാണ് സലഫികളും അവിടെ ചെന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാരെ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ വർത്തമാനം പറയുന്നത്. അപ്പൊ ഇതാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സംഭവം ഞാനും നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുസ്ലിം സ്കൂളിൽ പഠിച്ചുകൊണ്ട് എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നീട് എന്നെ സ്കൂൾ മാറുന്ന ടീനേജിലാണ്. അപ്പോൾ ടീനേജിൽ മാറ്റിയപ്പോഴാണ് ഞാൻ ഹിന്ദു സ്കൂളിൽ പോകുന്നു. ഹിന്ദു സ്കൂളിൽ ഹിന്ദു കുട്ടികളൊപ്പം ഇരിക്കുന്നു, പഠിക്കുന്നു. അപ്പോൾ അവിടെ ഹിന്ദു കുട്ടികൾ കൂരയൊക്കെ തൊട്ട് വരുന്നു. അവര് എന്താ പറയാ, ചെറിയ പിന്നെ ഇവർക്ക് ഒരു ചെറിയ പ്രതിമയൊക്കെ ക്ലാസ്സിലുണ്ടായിരുന്നു. ഒരു കൃഷ്ണന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. ഞാൻ തമിഴ്നാട്ടിൽ കുറച്ചു കാലം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു അവരുടെ മുരുകന്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ് റൂമിൽ.
അപ്പൊ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഇതെന്തിനാ ഞാൻ എന്നിട്ട് വീട്ടുകാരായിട്ട് അടിയായി, വാപ്പയുമായിട്ട് പോയിട്ട് അടിയായി. അതായത് നിങ്ങൾ എന്തിനാ എന്നെ ഈ സ്കൂളിൽ ചേർത്തത്, ഇത് കാഫിറുള്ള സ്കൂളുകളല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു നീ അതൊന്നും ഇവിടെ ഉണ്ടാൻ പാടില്ല, നമ്മൾ വേറൊരു നാട്ടിൽ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു അതെന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്, ഖുറാനിലെ ഹദീസിൽ ഇങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്, ഖുറാനിലെ ഹദീസിൽ ഇവർ നജിസ എന്ന് പറയുന്നത്, അങ്ങനെ നജിസുള്ളപ്പോൾ എനിക്ക് എങ്ങനെ ഇരിക്കാൻ പറ്റും. അതേമാതിരി ഈ പ്രതിമകള് എന്താ പറയുക മുരുകന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അത് ഞാൻ പറഞ്ഞു. അപ്പോൾ അവര് പാപ്പമ്മ എന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ പാരൻസ് എന്നോട് പറഞ്ഞു നീ അതിപ്പോ ക്ഷമിക്ക്, അത് ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിൽക്കല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു അതെങ്ങനെ എനിക്ക് ക്ഷമിക്കാൻ പറ്റും, ഖുറാനിൽ ഇങ്ങനത്തെ പിന്നെ ഈ ബഹുദൈവ വിശ്വാസികളായിട്ട് നമ്മൾ കൂട്ടുകൂടരുത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അവരായിട്ട് നമ്മൾ പിന്നെ ഇടപഴകരുതെന്ന് പറയുമ്പോൾ അവരുടെ സ്കൂളിൽ അവരുടെ ക്ലാസ്സിൽ എൻ്റെ ചുറ്റും അവരാണ് ഇരിക്കുന്നത്, അവിടെ ഒരു ഫോട്ടോ വെച്ച് നിന്നിട്ട് എനിക്ക് എങ്ങനെ അവിടെ പഠിക്കാൻ പറ്റും എന്നായിരുന്നു എൻ്റെ പരാതി. എത്ര വയസ്സുണ്ടാവും സമയത്ത് ഈ കൊച്ചു ജിഹാദിക്ക്? എത്ര വയസ്സുണ്ടാവും? 13 വയസ്സ്. അപ്പൊ ഇത് അതേമാതിരി അതുവരെ 5 വക്ത് പള്ളിയിൽ പോയിട്ട് സ്കൂളിൽ വരെ പള്ളിയായിരുന്നു. അപ്പൊ ഇവിടെ വന്നപ്പോ കോയമ്പത്തൂര് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ വന്നപ്പോ അവിടെ എനിക്ക് അടുത്ത് പള്ളിയില്ല, കാരണം മുസ്ലിങ്ങൾ കുറവാണ് തമിഴ്നാട്ടിൽ. ഇവിടെ 1 കിലോമീറ്റർ കഴിയുമ്പോൾ പള്ളിയാണ് മലപ്പുറം ജില്ലയിൽ. ഇവിടെ പള്ളികളില്ല. നിങ്ങൾ പള്ളികൾ കാണാത്തപ്പോൾ ഉള്ളൊരു ഒരു വെപ്രാളം. അതായത് വെള്ളിയാഴ്ച എനിക്ക് ദൂറിന് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, അതായിരുന്നു എൻ്റെ സങ്കടം. അസറിന് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, സ്കൂളിലാണ് അസറും ദൂറൊക്കെ. അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, നിസ്കരിക്കാൻ പറ്റുന്നില്ല, അതായിരുന്നു എൻ്റെ സങ്കടം. നിങ്ങൾ എന്തിനാ എന്നെ സ്കൂളിൽ ചേർത്തുന്നിട്ട് ഞാൻ എൻ്റെ പാരൻസുമായിട്ട് അടി. അപ്പോൾ പാരൻസ് ഇപ്പൊ എന്താ പറയുക കുഫർ ചെയ്യാണ് എന്നായിരുന്നു എൻ്റെ വീക്ഷണം. അപ്പൊ ഇങ്ങനെയായിരുന്നു ടീനേജിൽ എനിക്കുണ്ടായിരുന്ന ക്ലാഷ്. അത് ബഹുസ്വര സമുദായത്തിലുള്ള ഉണ്ടാവുന്ന ഒരു കുട്ടിയുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ എന്നിട്ട് എന്നെ സൈക്കോളജിനൊക്കെ കൊണ്ടേ കാണിച്ചിട്ടുണ്ടായിരുന്നു ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ എന്നെ സൈക്കോളജിനെ കാണിക്കായിരുന്നു വേണ്ടിയിരുന്നത്, ഇസ്ലാമിന്റെ ആശയം തെറ്റാണെന്ന് എനിക്ക് പറഞ്ഞു തരായിരുന്നു വേണ്ടിയിരുന്നെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനത്തെ കുട്ടികളോട് ഇത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇവരെ സൈക്കോളജിനെ കൊണ്ടേ കാണിച്ചിട്ടാണ് പ്രശ്നം തീർക്കേണ്ടത്, ഇവരെ പിന്നെ തങ്ങന്മാരെടുത്തിട്ട് ഈ ഊതാൻ കൊണ്ടുപോയിട്ടാണോ തീർക്കേണ്ടത്, അല്ലെങ്കിൽ ഉസ്താദന്മാരെടുത്ത് കൊണ്ടുപോയിട്ട് ഉപദേശിച്ചിട്ടാണോ നന്നാക്കേണ്ടത്, അതോ ഇസ്ലാമിക ആശയത്തിന്റെ പ്രശ്നമാണോ ഇത് എന്നാണ് എന്റെ ചോദ്യം. മൈൻക്രാഫ്റ്റ് കളിച്ചിരിക്കേണ്ട പ്രായത്തിൽ പള്ളി തപ്പിപ്പോയ ആ നന്മ മരത്തിനെ ആരും കാണാതെ പോകരുത്. ഓക്കെ. സോ അപ്പൊ പാരന്റ്സ് ഇങ്ങനെയൊന്നും പറയരുത്, നമ്മൾ ബഹുസ്വര സമൂഹത്തിലാണ് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഈ സൽമാന്റെ എഴുത്തുകളൊക്കെ വായിച്ച, ബൈ ദ വേ സൽമാന്റെ റൈറ്റിംഗ്സ് വായിക്കാത്തവർ എന്തായാലും സൽമാന്റെ റൈറ്റിംഗ്സ് പോയി വായിക്കുക. സൽമാൻ ബ്രില്യൻ്റ് ആയിട്ട് എഴുതും, എക്സെപ്ഷണൽ റൈറ്ററാണ് സൽമാൻ. സോ സൽമാന്റെ റൈറ്റിംഗ്സ് ഒക്കെ വായിച്ചപ്പം എനിക്ക് മനസ്സിലായ കാര്യം, സൽമാൻ ഒരുപാട് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് ഫോസ്റ്റർ ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു. കാരണം സൽമാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഫാമിലി വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, ആ ഒരു കാലത്തിന് അനുസരിച്ചിട്ട് എക്സ്ട്രീംലി ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് എന്നൊക്കെ. അപ്പോൾ അവർ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് ഫോസ്റ്റർ ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു സാധനത്തിനെ വിമർശനാത്മകമായിട്ട് ചിന്തിക്കുക എന്നുള്ളൊരു സംഭവമാണ്. ഇതിന്റെ വേറൊരു വശമുണ്ട്, അനാലിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ ഒരു പ്രോബ്ലം കിട്ടുന്നു, അതിനെ അനലൈസ് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ള സംഭവം. ഇസ്ലാമിൽ അല്ലെങ്കിൽ ഇന്ത്യന്റെ മൊത്തത്തിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് തന്നെ ഒരു പ്രശ്നമുണ്ട്. അത് സമാധാനത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യന്റെ മൊത്തത്തിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ്. ഇന്ത്യ ഒരു റിലീജിയസ് സൊസൈറ്റി ആയതുകൊണ്ട് തന്നെയാണ് ഒരു പ്രശ്നം വരുന്നത്. അപ്പൊ നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് അപ്രിഷിയേറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ അതിനെ എൻകറേജ് ചെയ്യാത്ത ഒരു അക്കാഡമിക് സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. അത് മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സമുദായം ആയതുകൊണ്ടാണ് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ. പക്ഷെ ഹിന്ദു സമുദായവും ക്രിസ്ത്യൻ സമുദായമൊക്കെ അതിൽ നിന്ന് കുറെ മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സ്കൂളുകളിലും അവരുടെ ഇതിലൊക്കെ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവും. പക്ഷെ ഫോക്കസ് ചെയ്യുന്നത് അപ്പോഴും അനാലിറ്റിക്കൽ തിങ്കിങ് തന്നെയാണ്. അതൊരു റിലീജിയൻ ബേസ്ഡ് ഫോക്കസ്ഡ് സൊസൈറ്റി ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ റിലീജിയൻ കുറച്ചും കൂടി ഓപ്പൺ ആണെങ്കിൽ, ഹിന്ദുമതവും ക്രിസ്ത്യൻ മതം കുറച്ചുകൂടി ഓപ്പൺ ആണ്, പ്രത്യേകിച്ച് ഹിന്ദുമതം. പക്ഷെ അവിടെ ഒരു കൺസർവേറ്റിസം വരും, ഒരു യാഥാസ്ഥിതികത വരും. ഈ യാഥാസ്ഥിതിന്റെ അടിസ്ഥാനത്തിലുള്ളൊരു പിന്നെ സമുദായം അതുകൊണ്ട് ആ രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് പൊതുവെ ഫോക്കസ് ചെയ്യാത്ത അല്ലെങ്കിൽ എൻകറേജ് ചെയ്യാത്തൊരു സമുദായമാണ് ഇന്ത്യയിൽ. ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പിന്നെ
എന്താ പറയാ, അപ്രിഷിയേറ്റ് ചെയ്യാത്ത, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പിന്നെ എൻകറേജ് ചെയ്യാത്ത, ഒരു പ്രോത്സാഹിപ്പിക്കാത്ത ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇന്ത്യയിൽ. അത് ഇന്ത്യൻ്റെ വലിയൊരു ഡ്രോബാക്ക് ആണ്, ഇന്ത്യൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമാണ്. ഇനിയിപ്പോൾ ഇസ്ലാമിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് അവിടെ ഒരു റോളില്ല. ഇനി ഖുറാനിലെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേകിച്ച് അവർ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന് റോളില്ല. ഇനിയിപ്പോൾ സുന്നി സലഫി പ്രസ്ഥാനങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് തീരെ വേണ്ട എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഇസ്ലാമിൻ്റെ ഉള്ളിൽ തന്നെ. ജമാഅത്ത് ഇസ്ലാമിനൊക്കെ കുറച്ചുകൂടി തക്കിയ സംഭവങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ കുട്ടികളോട് പറയാറുള്ളത്, സ്കൂളുകളിൽ നിങ്ങൾ ചോദ്യം ചോദിക്കാം, അതായത് സയൻസിലൊക്കെ നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, പക്ഷേ ഖുറാന്റെ ഹദീസിന്റെ വിഷയം വരുമ്പോൾ നിങ്ങൾ ചോദ്യം ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെ ചോദ്യം ഉത്തരവില്ല. അതുകൊണ്ടാണ് ഇപ്പൊ പാരൻസ് ആയിട്ട് ഞാൻ അടി ഉണ്ടാക്കിയപ്പോഴും പിന്നെ അവിടെ ഖുറാനും അതിനോട് ചോദ്യം ചോദിക്കാൻ പാടില്ല എന്ന് അത് തൊട്ട് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചൊരു സംഭവമാണ്. അപ്പോൾ അതിനെതിരായിട്ട് ചുറ്റുവട്ടത്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ കോഗ്നിറ്റീവ് ഡിസോണൻസ് ഉണ്ടാകുന്നു, പാരൻസിനോട് ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ അവര് പിന്നെ ഇസ്ലാമിനെ ചോദ്യം ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ എനിക്ക് ആ പറഞ്ഞത്, ഇസ്ലാമിൽ ആ പറഞ്ഞത് തെറ്റാണെന്ന് പറഞ്ഞിരുന്നതിന് പകരം, നീ ഇപ്പം മിണ്ടാതിരിക്ക്, നീ ഇത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ശരിയാവും, ഇതിപ്പോൾ ഇന്ന സമുദായം അതുകൊണ്ടാണെന്നാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ അവരുടെ ഉള്ളിലും ഈ പറഞ്ഞതുപോലെ ചെറുപ്പം തൊട്ട് പഠിപ്പിച്ചിട്ടുള്ള സംഭവങ്ങളാണ് അവർക്ക്. അപ്പോൾ അവർക്കും അതിന്ന് പുറത്തു വരാൻ പറ്റാത്തതുകൊണ്ട് അവരിങ്ങനെയാണ് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളൊരു ടീനേജ് ആയതുകൊണ്ട്, ടീനേജിനെ ചോരത്തളപ്പുള്ളത് കൊണ്ടും ഈ പറഞ്ഞതുപോലെ കുട്ടി ആയതുകൊണ്ടും നമ്മൾ പറഞ്ഞു പഠിപ്പിച്ച കാര്യത്തിന് എതിരായിട്ടുള്ള സാധനങ്ങൾ ചുറ്റുവട്ടം നടക്കുന്നത് കൊണ്ടും അങ്ങനത്തെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായതാണ് കോഗ്നിറ്റീവ് ഡിസോണൻസിന്റെ സംഭവം. ക്രിട്ടിക്കൽ തിങ്കിങ് ഇസ്ലാമിലില്ല. അത് ജമാഅത്ത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ക്രിട്ടിക്കൽ തിങ്കിങ് രാജ്യത്ത് തെറ്റായ രാഷ്ട്രീയം നടക്കണമെങ്കിൽ അതിനൊക്കെ ചോദ്യം ചെയ്യാം. പക്ഷെ ഖുറാന്റെ ഹദീസിന്റെ സംഭവം വരുമ്പോൾ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ചോദ്യം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത് ഇസ്ലാമിക ഭരണകൂടമാണ്. അപ്പോൾ അവിടെ 2 ദിവസം കൊണ്ട് 40,000 പേരെ കൊന്നു കഴിഞ്ഞാലൊന്നും ചോദ്യം ചെയ്യാൻ പാടില്ല. പക്ഷെ പലസ്തീനിൽ 3 വർഷം കൊണ്ട് തീവ്രവാദികൾ അധിക പേരും കൊന്നൊടുക്കി കഴിഞ്ഞാൽ അവർ മുസ്ലിം ആയതുകൊണ്ട് നിങ്ങൾ ചോദ്യം ചെയ്യണം. അതാണ് ഒരു സംഭവം. പ്രത്യേക സാഹചര്യത്തിൽ മാത്രം നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുള്ളൂ. എക്സാക്ട്ലി, അതാണ് തക്കിയ. അത് ഞാൻ ടീനേജിൽ മനസ്സിലാക്കാത്തതുകൊണ്ട് എന്റെ തെറ്റാണ്. അത് ചെറിയ കുട്ടിയല്ലേ. അതെ. പക്ഷെ എവിടെയെങ്കിലും പോയി പൊട്ടിത്തെറിക്കാതിരുന്നത് വളരെ നന്നായി. അതിന് ഞാൻ സൽമാനോട് നന്ദി പറയുന്നു. അതിപ്പോ 17-ാം വയസ്സിൽ ഈ പ്രോ പലസ്തീനൊക്കെ അടിച്ച് തലക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. ജമാഅത്ത് ഇസ്ലാമിന്റെ അവസാനത്തെ സ്കൂളിങ്, അതായത് അവസാനത്തെ 4 വർഷത്തെ സ്കൂളിങ് ജമാഅത്ത് ഇസ്ലാമിന്റെ സ്ഥാപനങ്ങളിലായിരുന്നു, കോളേജിലെത്തുന്നതിന് മുന്നേ. അപ്പോൾ ഈ ബോർഡിംഗ് സ്കൂളിലായിരുന്നു. അപ്പൊ അവര് പ്രോ പലസ്തീൻ പലസ്തീന്റെ കൊടി വെച്ചിട്ട് ജാഥക്ക് കൊണ്ടുപോകും സ്കൂളിന്റെ അടുത്തുള്ള ടൗണിൽ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മളെ കൊണ്ടുപോകും. അപ്പൊ അവിടെ ഹിന്ദുസിനെ കൂട്ടാറില്ല ജാഥക്ക്. അപ്പോൾ കാരണം അവർ നിർബന്ധിക്കാറില്ല. പക്ഷെ നമ്മളെ നിർബന്ധിച്ച് കൊണ്ടുപോകും. കാരണം നമ്മൾ പലസ്തീനാണ്, നമ്മൾ ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിർബന്ധിച്ച് കൊണ്ടുപോകും. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ടാണ് നേരെ ജാഥക്ക് കൊണ്ടുപോകുക. അപ്പോൾ ഇതിന് മാത്രമേ സ്കൂളിൽ നിന്ന് കോമ്പൗണ്ടിൽ നിന്ന് നമ്മളെ പുറത്തിറക്കുള്ളൂ. ബാക്കി സ്കൂളിനെ പോകണമെന്ന് പുറത്തിറക്കൂല, ബോർഡിംഗ് സ്കൂളല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ബോർഡിംഗ് സ്കൂളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 3:45 ബെല്ലടിക്കും. എന്നിട്ട് പല്ല് തേച്ച് പള്ളിയിൽ പോവുക, താജുദ് നിസ്കരിക്കുക, അത് കഴിഞ്ഞിട്ട് ഖുർആൻ ഓതുക, സുബഹി നിസ്കരിക്കുക, എന്നിട്ട് സുബഹി നിസ്കരിച്ച ശേഷം തിരിച്ചു വരും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂറാണ് സ്കൂളത്തെ പഠനം. അതുവരെ ഖുർആനോത്തും പഠനമാണ്. പിന്നെ സ്കൂള് കഴിഞ്ഞാൽ വീണ്ടും പള്ളിയിൽ പോകുന്നു, 1 മണിക്കൂർ കളി, അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ എക്സർസൈസ്, അത് കഴിഞ്ഞിട്ട് വീണ്ടും പള്ളിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിങ്ങനെ കണ്ടിന്യൂസ് സൈക്കിളായിട്ട് 4 വർഷം കഴിഞ്ഞപ്പോൾ അവസാനമായപ്പോഴേക്ക് പ്രോ പലസ്തീൻ സാധനങ്ങൾ തലക്ക് കയറി പിടിച്ചിട്ട് താലിബാന് പോയി ചേരണം, അൽഖദയെ പോയി ചേരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ നടന്നിരുന്നത്. സ്കൂൾ എഡ്യൂക്കേഷൻ കഴിയട്ടെ, ഞാൻ പോയി ചേരും എന്ന് പറഞ്ഞിട്ടായിരുന്നു നടന്നിരുന്നത്. അപ്പൊ ഇത് അന്ന് ഐസിസ് ഫേമസ് അല്ല, ഐസിസ് പിന്നെ ഉണ്ടായി വന്നിട്ടുള്ളത്. താലിബാനും അൽഖദയും ഫേമസ് ആയിരുന്നു. അപ്പൊ ഒസാമ ബിൻ ലാദൻ എൻ്റെ ഹീറോ ആണ്. പുള്ളിക്കാരൻ ജിഹാദ് ചെയ്യാണ്, ഞാൻ അവരെ ഒപ്പം പോയി ജിഹാദ് ചെയ്യും, താലിബാന് പോയി ജിഹാദ് ചെയ്യും എന്ന് പറഞ്ഞ് നടന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഒസാമ ബിൻ ലാദന്റെ ബെഡ്റൂമിൽ നിന്ന് അവരുടെ സാധനങ്ങൾ സീസ് ചെയ്തപ്പം അൽക്കായാഗ്നിക്കിന്റെ മ്യൂസിക് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടു. അപ്പൊ എന്തായിരുന്നു ഫീൽ ചെയ്ത്?
അത് ഹലാൽ എന്റെ മ്യൂസിക് ഹീറോ ആയിരിക്കും. ഇങ്ങനല്ല, ഇതെന്റെ ഹീറോ അല്ല, അങ്ങനെ പറഞ്ഞു. അത് ഹലാലായിരിക്കും. കാരണം അൽക്ക യാഗ്നിക്കിന്റെ മ്യൂസിക്കോ? ആ ഹലാലായിരിക്കും. കാരണം ഇപ്പൊ മുസ്ലിം മ്യൂസീഷ്യൻസ് ഉണ്ടല്ലോ ഇവിടെ. ഇപ്പോ നമ്മുടെ ഹനാൻ ഷാ എന്ന് പറഞ്ഞ പാട്ടുകാരൻ ലോക്കലൊക്കെ പാടിയിട്ടുള്ളത്. അയാള് പിന്നെ എന്താ പറയാ, മ്യൂസിക് ഇസ്ലാമിൽ ഹറാമാണ്. അപ്പോ പിന്നെ മ്യൂസിക് ഇല്ലാത്ത പാട്ട് പാടിക്കഴിഞ്ഞാൽ പ്രശ്നമല്ല. അതും പ്രവാചകനെയും അള്ളാഹുവിനെയും വാഴ്ത്തി പാടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. അല്ലാത്ത പാട്ടുകളൊക്കെ ഇസ്ലാമിൽ ഹറാമാണ്. അപ്പൊ ഹനാൻ ഷാ ഹറാമ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഹനാൻ ഷാ ഒരു ഭാഗത്ത് ഹറാമ് ചെയ്യുമ്പോൾ മറുഭാഗത്ത് അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഹിജാബിനെ ഒക്കെ പാടുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ചിലപ്പോ അങ്ങനത്തെ വല്ല പാട്ടായിരിക്കും പിന്നെ ഒസാമല്ലാതെ കേട്ടിട്ടുണ്ടാവുക. അല്ലാതെ വേറെ ഒന്നും കേൾക്കൂല ഒസാമല്ലാതെ. ഞാൻ സമ്മതിക്കൂല ഒസാമല്ലാതെ അങ്ങനെ കേട്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. ഞമ്മന്റെ ഉസ്താദ് അങ്ങനെ ചെയ്യോ? സോ നമ്മള് സൽമാൻ നേരത്തെ റിലീജിയസ് കൺസർവേറ്റീവ്സിനെ കുറിച്ചിട്ട് പറഞ്ഞു. അപ്പൊ പാരന്റ്സ് റിലീജിയസ് കൺസർവേറ്റീവ്സ് ആയിരുന്നു, എന്നാലും അവര് മതത്തിൽ കുറച്ച് വെള്ളം ചേർത്തു. എന്തിന്? അപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഈ ലെഫ്റ്റിംഗ്, കേരളത്തിലെ ലെഫ്റ്റിംഗ് പൊളിറ്റിക്സ് ഇസ്ലാമിലെ റിലീജിയസ് കോൺസർവേറ്റിസം വെള്ളം ചേർക്കാൻ എന്തെങ്കിലും ടോൺ ഡൗൺ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇവര് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു കോ എക്സിസ്റ്റൻസ് ആണോ ഇവര് പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഈ കേരളത്തില് അത് പറയാനാണെങ്കിൽ കുറെ ഉണ്ട് കേരളത്തിന്റെ സംഭവം. കേരളത്തിൽ വലതുപക്ഷം എന്ന് പറയുന്ന UDF വലതുപക്ഷം അല്ല, അത് ലെഫ്റ്റ് ആണ്. കേരളത്തിൽ വലതുപക്ഷം ഇല്ല. അപ്പോൾ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് ആയിക്കോട്ടെ, BJP അല്ല കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, ചരിത്രപരമായിട്ട് കേരളത്തിൽ നിലനിന്നിരുന്നത് ഇടതുപക്ഷം മാത്രമാണ്. ഇടതുപക്ഷത്തിന് ഉള്ളിൽ തന്നെയുള്ള പിന്നെ തീവ്ര ഇടതുപക്ഷവും കുറച്ച് മയപ്പെട്ടുള്ള ഇടതുപക്ഷവുമായിരുന്നു തമ്മിലടി. അതിലെ കുറച്ച് മയപ്പെട്ടുള്ള ഇടതുപക്ഷമാണ് കോൺഗ്രസ്. കോൺഗ്രസ് നിങ്ങൾ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരു വലതുപക്ഷ അല്ല ഇടതുപക്ഷ സാധനം തന്നെയായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും എമർജൻസി ഇടതുപക്ഷ പിന്നെ വലതുപക്ഷല്ലേ, അത് ഡിക്റ്റേറ്റർഷിപ്പ് അല്ലേ? അല്ല. ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്താ പറഞ്ഞു വെച്ചിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒരു കമ്മ്യൂണിസത്തിന്റെ പിന്നെ എൻഡ് ഗോൾ എന്ന് പറയുന്ന പ്രോലറ്റേറിയറ്റ് പിടിച്ചടക്കി പ്രോലറ്റേറിയറ്റ് പിന്നെ ഒരു രാജ്യം പിടിച്ചടക്കുന്നു, എന്നിട്ട് ഒരു ഡിക്റ്റേറ്ററിനെ അവിടെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ അതിപ്പോ ഡിക്റ്റേറ്റർ ഇന്ദിരാഗാന്ധി ആണെങ്കിലും ഇന്ദിരാഗാന്ധി ഒരു സ്ത്രീയല്ലേ, അപ്പൊ അത് വിമോചക തന്നെ അല്ലേ അടിച്ച്. അപ്പൊ ഇത് അതും ഇടതുപക്ഷമാണെന്ന് ഞാൻ പറയുന്നത്. അത് ബൂർഷൊന്നും ആയിരുന്നില്ല കോൺഗ്രസ്. കോൺഗ്രസ് ഇടതുപക്ഷം തന്നെ ആയിരുന്നു. ചിലപ്പോൾ അവിടെയും ഇവിടെയും ബൂർഷകളെ സപ്പോർട്ട് ചെയ്തതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ മിതപ്പെട്ട ഇടതുപക്ഷം എന്ന് പറയാം. അപ്പോഴും പിന്നെ ഇടതുപക്ഷം ഇപ്പൊ കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്ന LDF ചെയ്തുകൊണ്ടിരിക്കുന്നതും പ്രീണനൊക്കെ തന്നെ അല്ലേ, അദാനിയും ഇവരൊക്കെ പ്രീണിച്ചല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഇടതുപക്ഷത്തിന് എൻഡ് ഗോൾ എന്ന് പറയുന്നത് പിന്നെ ഒരു ഡിക്റ്റേറ്ററിനെ സ്ഥാപിക്കുക എന്നുള്ള, സ്റ്റാലിനെ പോലെയുള്ള മാവനെ പോലെ ഡിക്റ്റേറ്റേഴ്സിനെ സ്ഥാപിക്കുക എന്നുള്ളതാണ്. അപ്പൊ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. അവിടെ ഒരു വലതുപക്ഷം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ കേരളത്തിന്റെ ഇടതുപക്ഷ രാഷ്ട്രീയം പിന്നെ ഇസ്ലാമിനെ മയപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതിന് കാരണം ഇപ്പൊ പാത്ത് പറഞ്ഞ പോലെ തന്നെ ഇസ്ലാമിന്റെ വിഷയം വരുമ്പോൾ ഒരു ചോദ്യങ്ങൾ ചോദിക്കൂല. ഹിന്ദുവിന് ഗണപതി മിത്ത എന്ന് പറയാം, അള്ളാഹു മിത്ത എന്ന് പറയാം, ഇടതുപക്ഷക്കാർക്ക് തന്നെ പിന്നെ ഇവിടെ കാല് വറക്കും. അത് വിചാരിച്ചിട്ടാണോ കാല് വറക്കുന്നത്? അതോ ഇനി വേറെ എന്തെങ്കിലും സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ടോ അതിന്? ആരിഫനെ തുറന്നെടുത്ത് കാണിച്ചിട്ടുള്ളതാണ്. സൈക്കോളജിക്കൽ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാം പൊതുവെ ഒരു തീവ്ര സാധനമാണ്. ഇസ്ലാമിനെ ആരൊക്കെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തല പോയിട്ടുള്ള ചരിത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ തന്നെ ഇപ്പൊ ആരിഫിനെ പോലത്തെ ആൾക്കാർ നിങ്ങൾ വിമർശിച്ച് നടക്കുന്നില്ല. അതന്നെ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ വിഷയം, സമാധാനത്തിന്റെ സിമ്പൽ എന്ന് ചോദിക്കുന്ന ആൾക്കാർ തന്നെ ചോദിക്കുന്നത് അങ്ങനെയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ തല ഇരിക്കാൻ കാരണം ഞങ്ങൾ സമാധാനക്കാരായതുകൊണ്ടാണെന്നാണ്. ബാക്കിയുള്ളവരുടെ തല പോയിട്ടുണ്ടെന്ന് അറിയാം. അതാണ് സൂചിപ്പിക്കുന്നത്. ഇൻഹറന്റ്ലി അതാണ് അവിടെ ഇംപ്ലിസിറ്റ്ലി ഉദ്ദേശിക്കുന്നത്. അത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണെന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തക്കിയ കളിച്ചുകൊണ്ടാണ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഓരോ മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്യുന്നത് തക്കിയാണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം, ക്വസ്റ്റ്യൻ മാർക്ക്. അത് തക്കിയാണെന്ന് പച്ചക്ക് ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് അറിയാം. പിന്നെ സലഫികള് കാത്തിരിക്കുകയാണ് തല പിന്നെ വെട്ടിപ്പൊളിക്കാൻ വേണ്ടിയിട്ട്. സുന്നികൾക്ക് അത് അറിയില്ല, തക്കിയാണ് ഇസ്ലാം തന്നെയാണ് എന്നുള്ളത് അറിയില്ല എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോ കേരളത്തില് ഈ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, വേറൊരു വിഷയം കൂടി ഉണ്ട്. ഈ ഇടതിന്റെ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ ഇസ്ലാമിലൊരു നിയമമുണ്ട്, മൻ ബദ്ദല ദീനു ഫഖ്തുലുഹു, ഇസ്ലാം വിട്ട് കഴിഞ്ഞവരൊക്കെ കൊന്നുകളയണം എന്നുള്ളത്.
ആ ഒരു നിയമം കാലങ്ങളായിട്ട് ഇസ്ലാം പിന്തുടരുന്നത് കൊണ്ട് തന്നെയാണ് ഇസ്ലാം ഇത്രയധികം വളർന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ പിന്നെ നമ്മുടെ എന്താ ഗ്രീൻ അണ്ണനൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പിന്നെ മഫ്തിട്ട ഒരു അല്ല ഹിജാബ് ഇട്ട ഒരു മൊല്ലാക്ക ഉണ്ട്. ഇയാളൊക്കെ ഇത് പറഞ്ഞു നടക്കുന്നത് ആ നിയമം കാരണമാണ് ഇസ്ലാം നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു നിയമം ഹിന്ദുയിസത്തിലോ ഇപ്പോഴത്തെ ക്രിസ്ത്യാനിറ്റിയിലോ ഇല്ല. അപ്പോ അതുകൊണ്ട് തന്നെ അവിടെ വിമർശിക്കുന്ന ആൾക്കാരൊക്കെ വളരും. കാരണം വിമർശിക്കുന്ന ആൾക്കാരെ കൊല്ലുന്നില്ലല്ലോ, അപ്പൊ പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവര് ഇതിന്റെ ഉള്ളിൽ തന്നെ കൊന്നു ഒടുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ പിന്നെ ഇപ്പൊ ഒരു നരസിംഹൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. മുസ്ലിം ആയിരുന്ന ആള് ഹിന്ദുവായി. അയാളെ മൊപ്ലാറായറ്റിന്റെ സമയത്ത് കൊന്നുകളയാണ് ചെയ്തത്. അതേമാതിരി അപ്പോ ഇങ്ങനത്തെ പല ആൾക്കാർ ഹിന്ദു ആയാലും ക്രിസ്ത്യാനിയായാലും അവരൊക്കെ കൊന്നുള്ള ചരിത്രമാണ് ഇസ്ലാമിന് ഇന്ത്യയിൽ വരെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് വിമർശിക്കാൻ വേണ്ടി ആൾക്കാർ തന്നെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു മതത്തിൽ നിന്ന് അതിന്റെ ഉള്ളിൽ തന്നെ ആൾക്കാർ വിമർശിച്ചാലല്ല അതിന്റെ സംഭവങ്ങൾ പുറത്തുള്ള ആൾക്കാരെ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തില് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇസ്ലാമിന്റെ പ്രശ്നങ്ങൾ അറിയില്ല. അപ്പോൾ ഹിന്ദുസും ക്രിസ്ത്യൻസും അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. ഇസ്ലാമിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പോൾ ഹിന്ദുസും ക്രിസ്ത്യൻസും അതിനെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ ചർച്ച ചെയ്യുന്നത്, ഞങ്ങളുടെ ഉള്ളത്തെ ആൾക്കാർ ഞങ്ങൾ ചർച്ച ചെയ്യുന്നില്ലെന്നല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നുള്ളതാണ് അവിടെ ആ ഒരു പോയിന്റ് അവർക്ക് മുന്നോട്ട് വെക്കാം എന്നുള്ളതാണ്. ചരിത്രപരമായിട്ട് അതായിരുന്നു പ്രശ്നം. പിന്നെ ഇപ്പോ ഇസ്ലാമിനെ പറ്റി ആരിഫിനെ പോലത്തെ ആൾക്കാർ വന്ന് പറയുന്നതുകൊണ്ട് ജബ്ബാർ മാഷ് തുടങ്ങിയ ഒരു സംരംഭം, പിന്നെ അത് ഇങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട്, പിന്നെ ജോസഫ് മാഷ് അത് ചെയ്യുന്നു, പിന്നെ ഇപ്പൊ RC അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അതൊരു ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നത് കൊണ്ടാണ് അവർക്കൊക്കെ ഇത് പറയാനും അവർക്കത് മനസ്സിലാക്കാനും പറ്റിയത്. അല്ലെങ്കിൽ അവർക്ക് പറ്റണം എന്നില്ലല്ലോ. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യനെ ലോകത്തിലെ എല്ലാ അറിവും പഠിക്കാൻ പറ്റണം എന്നില്ല. ആ മനുഷ്യനെ ബാധിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനുള്ള സമയമേ ആ മനുഷ്യന് കിട്ടുന്നുള്ളൂ ലോകത്ത്. അപ്പൊ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരെ ബാധിക്കുന്ന കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുന്നുള്ളൂ. അപ്പൊ അംബേദ്കറിനെ സംബന്ധിച്ചിടത്തോളം അംബേദ്കറിനെ ബാധിക്കുന്ന വിഷയങ്ങൾ ഹിന്ദുസ് ആയിരുന്നു. ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് ജാതീയതയായിരുന്നു. അപ്പൊ അതിനെ പഠിക്കാനുള്ള സമയം പുള്ളിക്കാരൻ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഇസ്ലാമിനെ പഠിക്കാനുള്ള ഒരു സമയം അദ്ദേഹത്തിന് കിട്ടിയത് ഹിന്ദുമതം വിട്ടിട്ട് ഏത് മതം സ്വീകരിക്കണം എന്ന് തപ്പി നടന്നപ്പോൾ ഇസ്ലാമിനെയും കൂടി പഠിക്കേണ്ടി വന്നു. അങ്ങനെയാണ് ഇസ്ലാമിനെ എതിർക്കുന്ന ഒരാളായിട്ട് അംബേദ്കർ മാറിയത് എന്നുള്ളതാണ്. അവിടെയും പെരിയാറിനെ പോലുള്ള ആൾക്കാർ ഹിന്ദുമതം വിടാൻ പറഞ്ഞപ്പോഴും ഇസ്ലാമിനെ പൊക്കി നടന്നു. കാരണം അവർ പഠിച്ചില്ല ബാക്കിയുള്ള മതങ്ങളെ പറ്റി. അതുകൊണ്ടാണ് എനിക്ക് അംബേദ്കറിനോട് പിന്നെ എന്താ പറയാ ബഹുമാനമുള്ളതും ബാക്കി പെരിയാറിനെ പോലത്തെ ആൾക്കാരോട് എനിക്ക് പുച്ഛമുള്ളതും. അന്ന് സംഖ്യ എന്നുള്ള ടേം ഇൻവെന്റ് ചെയ്തിട്ടുണ്ടാവില്ലേ വിളിക്കാനായിട്ട്, അല്ലെങ്കിൽ പിന്നെ അംബേദ്കറിനെ സംഖ്യ ആക്കിയാനെ. അംബേദ്കർ അസല സംഖ്യയാണ് ഇന്നത്തെ ടെർമിനോളജിയിൽ. അംബേദ്കർ സംഖ്യയാണെന്ന് സൽമാൻ പറഞ്ഞല്ലോ. അപ്പം സൽമാന്റെ അഭിപ്രായത്തിൽ ഈ സംഘിച്ചാപ്പയാണോ ഈ കേരളത്തിലുള്ള ഏറ്റവും വലിയ ഇന്റലക്ച്വൽ സെൻസർഷിപ്പ് മെക്കാനിസം? അംബേദ്കറോട്ട് പോകുന്നതിന് മുന്നേ ഒരു ചെറിയ കാര്യം പറഞ്ഞു വെക്കാം, ഇത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. മുസ്ലിങ്ങൾക്ക് അറിയാത്തൊരു കാര്യമാണ്, പൊതുവെ ആർക്കും അറിയാത്തൊരു കാര്യമാണ്. കേരളത്തില് നീ സുന്നിയാണോ മുജാഹിദാണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ സുന്നിയല്ല മുജാഹിദല്ല ജമാഅത്തല്ല ഞാൻ മുസ്ലിമാണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ജമാഅത്തുകളാണ്. അവര് ഇനിയിപ്പോ ജമാഅത്ത് സംഘടനയിലല്ലെങ്കിലും അവരറിയാതെ തന്നെ പറഞ്ഞു വെക്കുന്ന സംഭവം ജമാഅത്തിന്റെ ആശയമാണ്. ജമാഅത്ത് അവരെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത് കലിമ ചൊല്ലുന്നവരൊക്കെ മുസ്ലിങ്ങളാണ്. ഷിയാക്കള് വരെ മുസ്ലിങ്ങളായിട്ട് കണക്കാക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇന്റർനാഷണലി തന്നെ സലഫികളും അല്ലെങ്കിൽ വഹാബികളും പിന്നെ ജമാഅത്ത് ഇസ്ലാമിക്കാരും തമ്മിൽ അടിയുള്ളത്. അത് ഇനി അംബേദ്കറിലോട്ട് പോവാം, ചോദ്യത്തിലോട്ട് പോവാം. ഇതൊരു ഇന്റർനാഷണൽ ഫെനോമിനയാണ്. ക്യാൻസൽ കൾച്ചർ എന്ന് പറയുന്ന ഒരു വോക്കിസം എന്ന് പറയുന്ന ഉണർവോളിത്തരം എന്ന് പറയുന്ന ആ സാധനത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സംഭവമാണ്. ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ആശയം ഈ പിന്നെ പ്രൊലറ്റേറിയറ്റ്സിന്റെ പിന്നെ തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് മാർക്സ് കൊണ്ടുവന്ന ആശയം അത് ഇപ്പൊ തൊഴിലാളി വർഗത്തിനൊക്കെ ഉന്നമനം നേടിക്കഴിഞ്ഞു. ഇപ്പോൾ ലിബറൽ ഡെമോക്രസീസ് ഉണ്ടായി വന്നു. അതായത് അങ്ങനത്തെ ഒരു മുതലാളിത്തം എന്ന് പറഞ്ഞ സംഭവം ഇപ്പം അല്ല. ഇപ്പൊ ഇക്വാലിറ്റി അല്ല എല്ലായിടത്തും ഉള്ളത് കൊണ്ട് കേരളത്തിലും സ്ത്രീകൾ പഠിച്ചു മുന്നേറാൻ തുടങ്ങി. കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ചരിത്രപരമായിട്ട് SC/ST പിന്നെ അടിച്ചമർത്തപ്പെട്ട സമുദായം എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് തന്നെ പിന്നെ മേൽമന്തിയിൽ കയറി വരാൻ തുടങ്ങി. കണ്ണ് കാണാത്തവരും ചെവി കേൾക്കാത്തവരും ഒക്കെ വരെ റിസർവേഷൻ വഴി പിന്നെ കയറി വരാൻ തുടങ്ങി. അപ്പോൾ ഈ
കമ്മ്യൂണിസം അടിച്ചമർത്തപ്പെട്ടവരുടെ ആശയം എന്ന് പറയുന്ന ആ കമ്മ്യൂണിസം എന്നുള്ള തൊഴിലാളി വർഗം മാറ്റി വെച്ചുകൊണ്ട് അടിച്ചമർത്തപ്പെട്ടവരുടെ ആശയം എന്ന് പറഞ്ഞ സംഭവം ഒരു ഒരു വീണ്ടെഴുത്ത് വേണ്ടി വന്നു കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ. അപ്പൊ അടിച്ചമർത്തപ്പെട്ടവരും ഇപ്പോഴത്തെ സമുദായത്തിൽ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തപ്പി നോക്കണം. കാരണം പണ്ട് കാലത്ത് അടിച്ചമർത്തപ്പെട്ടവരൊക്കെ ഈ പറഞ്ഞ പോലെ ഉന്നമനം നേടിക്കഴിഞ്ഞു. സ്ത്രീകളാണെങ്കിലും SC/ST-കാരാണെങ്കിലും ഡിസബിലിറ്റിക്കാരാണെങ്കിലും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലൊക്കെ. അപ്പോൾ ഇനി അവർക്ക് വീണ്ടും പിന്നെ പുതിയ ആൾക്കാരെ തേടി പിടിക്കണം. അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് വേരുണ്ടാവില്ല. അവിടെയാണ് നിയോ മാർക്സിസം വരുന്നത്. നിയോ കമ്മ്യൂണിസം അല്ലെങ്കിൽ നിയോ മാർക്സിസം എന്ന് പറഞ്ഞ ആ സംഭവം. അതിന്റെ ഭാഗമായിട്ട് അപ്പൊ മാർക്സിന്റെ ചിന്താഗതികൾ ഇപ്പോഴും പിന്നെ പ്രിവലന്റ് ആണ്. അടിച്ചമർത്തപ്പെട്ടവരുടെ സാധനമാണ് മാർക്സിസം. മാർക്സിസം എന്ന് പറയുന്നത് കമ്മ്യൂണിസം അല്ല. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാർക്ക് എതിരെ ഒരു അറപ്പും വെറുപ്പൊക്കെ യൂറോപ്പിൽ ഉണ്ടായി വരുന്ന ഒരു ഇത് സോവിയറ്റ് എറ കഴിഞ്ഞതിന് ശേഷം മൊത്തത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു അറപ്പും വെറുപ്പൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ട് ലോകത്തെമ്പാടും. അപ്പൊ അതിനൊക്കെ കവച്ചു വെക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് പ്രസ്ഥാനങ്ങളൊക്കെ കൂടി ഉണ്ടാക്കിയെടുത്തൊരു സംഭവമാണ് നിയോ മാർക്സിസം. കമ്മ്യൂണിസം എംഗൽസ് പറഞ്ഞതാണ് കമ്മ്യൂണിസം. മാർക്സ് കമ്മ്യൂണിസം അല്ല പറഞ്ഞിട്ടുള്ളത്. മാർക്സ് പറഞ്ഞത് മാർക്സിസമാണ്. അത് കമ്മ്യൂണിസത്തിൽ നിന്ന് നേർ വിപരീതമാണ്. അത് വേറൊരു സംഭവമാണ്. അത് അടിച്ചമർത്തപ്പെട്ടവരുടെ ആശയമാണെന്ന് പറഞ്ഞുകൊണ്ട് വെക്കുന്ന ആ ഒരു സംഭവത്തിൽ നിന്ന് ഇന്ന് അടിച്ചമർത്തപ്പെട്ടവരെ തപ്പി നടക്കുകയാണ് ഇന്നത്തെ ലെഫ്റ്റിസ്റ്റുകൾ എന്ന് പറഞ്ഞ നിയോ മാർക്സിസ്റ്റുകൾ അല്ലെങ്കിൽ വോക്സ്റ്റേഴ്സ് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ സ്വയമായിട്ട് വിക്ടംസ് എന്ന് പറഞ്ഞു നടക്കുന്ന ഇരവാദികൾ എന്ന് പറഞ്ഞിട്ട് സ്വയമായിട്ട് വിക്ടംസ് എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് മുസ്ലിങ്ങൾ. അപ്പോൾ അവരാണല്ലോ പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് കൂട്ടുപിടിക്കാൻ പറ്റുന്ന ആൾക്കാർ. കാരണം അവർ സ്വയമായിട്ട് ഞങ്ങൾ ഇരവാദം പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ്. സ്വയമായിട്ട് എവിടെയാണെങ്കിലും ഞങ്ങൾ ഇരകളാണ് എന്ന് പറഞ്ഞ ആൾക്കാരാണ്. അവർ ഭരണത്തിലില്ലാത്തടത്തൊക്കെ അവർ ഇരകളാണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് അബലനാരി സിൻഡ്രോം എന്ന് പറയാൻ പറ്റും നമുക്ക്. കാരണം ഒരു ഡാംസൽ ഇൻ ഡിസ്ട്രസ്. അപ്പം ഈ ലെഫ്റ്റിസ്റ്റുകൾ ഇവരെ കാണുന്നത് അല്ലെങ്കിൽ മാർക്സിസ്റ്റുകൾ ഇവരെ കാണുന്നത് ഒരു മോറൽ ഇറസ്പോൺസിബിലിറ്റി ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ മോറൽ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരായിട്ട് അവരൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് യൂസ് ചെയ്യുന്ന പോലെ സൽമാൻ തോന്നുന്നുണ്ടോ? ലെഫ്റ്റുകളെ വിചാരം ഇവര് ഡാംസൽസ് ഇൻ ഡിസ്ട്രസ് ആണ് എന്നാണ്. പക്ഷെ ഇവര് ഡാംസൽസ് ഇൻ ഡിസ്ട്രസ് അല്ല, ഇവർ മോൺസ്റ്റേഴ്സ് ഇൻ ഡാംസൽസ് ക്ലോത്തിങ് എന്നാണെങ്കിൽ പറയേണ്ടി വരും. അതെ, അതിന് വേറൊരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റും കൂടി ഉണ്ട്. കാരണം സ്ത്രീകൾ എപ്പോഴും ഡംബായിട്ട് കളിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കോർപ്പറേഷനിലാണെങ്കിലും ഡാംസൽ ഇൻ ഡിസ്ട്രസ് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഗെറ്റ് ടു ദ ടോപ്പ് വെരി ഫാസ്റ്റ് ബിക്കോസ് മെൻ ലൈക്ക് ഡം വുമൺ. അതുപോലെ തന്നെയാണ് ഡാംസൽ ഇൻ ഡിസ്ട്രസ്. ആക്ച്വലി ഡാംസൽ ഇൻ ഡിസ്ട്രസ് അല്ല, അതൊരു മാനിപ്പുലേഷൻ ടാക്ടിക് ആണ്. സോ ഈ സെയിം സാധനം തന്നെ ആയിരിക്കും അല്ലേ മുസ്ലിംസ് യൂസ് ചെയ്യുന്നത്? അതെ, അത് മുസ്ലിങ്ങൾ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവര് പലസ്തീന്റെ വിഷയം പറഞ്ഞിട്ട് ഇപ്പൊ ഇന്റർനാഷണലി തന്നെ പലസ്തീന്റെ വിഷയം പറഞ്ഞുകൊണ്ട് അവര് ഇരകളായിട്ട് പിന്നെ ചമഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിലാണെങ്കിലും വേറെ എവിടെയാണെങ്കിലും. പക്ഷെ അവര് കാണിച്ചു കൂട്ടുന്ന പ്രശ്നങ്ങളൊന്നും അവർക്ക് പ്രശ്നമേ അല്ല. ഇപ്പോ നമ്മൾ ഇറാന്റെ വിഷയം തന്നെ ഏറ്റവും പ്രൈം എക്സാമ്പിൾ ആണ്. സുഡാനിലുള്ള വിഷയം, ഇറാനിലുള്ള വിഷയം, യമനില് പിന്നെ സൗദി അറേബ്യയും UAE-യും ബാക്കിയുള്ള ആൾക്കാർ തമ്മിൽ അടികൂടിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ സാധാരണ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ UN വരെ പറഞ്ഞിട്ടുള്ളത് മോഡേൺ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് ആണ് യമനും സുഡാനും. അവിടെ മുസ്ലിങ്ങൾ തമ്മിൽ അടിയായതുകൊണ്ട് അവര് പിന്നെ സുന്നി വഹാബി ജമാഅത്ത് ഇസ്ലാമി അടിയാണ് സുഡാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വഹാബി മുസ്ലിം ബ്രദറുടെ അടിയാണ്. അപ്പൊ ആ ഒരു സംഭവത്തിൽ മുസ്ലിങ്ങൾ അടിയായതുകൊണ്ട് അവിടെ ഇരവാദം മുഴക്കാൻ പഞ്ഞല്ലല്ലോ, അല്ല അവിടെ പിന്നെ സ്പേസ് ഇല്ല ഇരവാദം മുഴക്കാൻ. അപ്പോൾ പലസ്തീന് മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനൊരു നിയോ കോളനിയലിസം, അതിനൊരു ആന്റൈ കോളനിയലിസം, ആന്റൈ ഇംപീരിയലിസം എന്ന് പറയുന്ന ഒരു ഗിഫ്റ്റ് ട്രാപ്പ് ചെയ്ത് വെച്ചിട്ട് ജമാഅത്ത് ഇസ്ലാമി അതിനെ പ്രൊമോട്ട് ചെയ്യാണ്. അപ്പൊ ഈ ഗ്ലോബലി ഉള്ള ലെഫ്റ്റിസ്റ്റുകളൊക്കെ ആ ട്രാപ്പിൽ വീണുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ലെഫ്റ്റിസ്റ്റുകൾ പിന്നെ ഇരവാദം മുഴക്കുന്ന മുസ്ലിങ്ങളൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് വോട്ട് പിടിച്ചിട്ട് ഭരണത്തിലേറാൻ നോക്കുമ്പോൾ അവർ ചിലപ്പോൾ തമ്മിൽ പറയുന്നുണ്ടാവും, ഇവര് പിന്നെ ഞങ്ങൾ ഇവരെ എന്താ പറയാ ഉപയോഗപ്പെടുത്തുകയാണെന്നൊക്കെ പറയണം. പക്ഷെ സത്യത്തിൽ മുസ്ലിങ്ങൾ ഇവരെയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നഗ്നസത്യം. അതുകൊണ്ടാണ് ലെഫ്റ്റിസ്റ്റുകൾ വരെ, ഈ വോക്സ്റ്റേഴ്സ് വരെ പ്രോ പലസ്തീന്റെ പിന്നെ ഷാളും കൊടിയും മാത്രം ഇട്ട് നടക്കുന്നതും സുഡാന്റെ കൊടി പിടിക്കാനും പിന്നെ ഇറാന്റെ കൊടി പിടിക്കാനൊന്നും
ഇവര് തന്നെ ഇറങ്ങാത്തത്. ഇപ്പൊ നമ്മളിപ്പോ വെസ്റ്റിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് ഇവരെ പൈസ കൊടുത്തുകൊണ്ടാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. സോ കോൾഡ് ലിബറൽസ് എന്ന് പറയുന്ന ആൾക്കാരെ, സോ കോൾഡ് ലെഫ്റ്റിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാരെ പൈസ കൊടുത്തുകൊണ്ടാണ് ഇവരെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുന്നതും ഷാൾ ഇടിപ്പിക്കുന്നതൊക്കെ. അപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് പറയാം, ഞങ്ങൾ ഇതൊരു ആന്റൈ കൊളോണിയൽ, ആന്റൈ ഇമ്പീരിയലിസ്റ്റിക് ഐഡിയനെ നമ്മളെ എതിർക്കുകയാണ് എന്നാണ് പറയുന്നത്. പക്ഷെ പ്രോ പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പലസ്തീൻ എന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന് പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ടും ആന്റൈ ഇമ്പീരിയലിസം എന്ന് പറഞ്ഞുകൊണ്ടും ഗിഫ്റ്റ് റാപ്പ് ചെയ്തിട്ട് പിന്നെ ഇസ്ലാമിക തീവ്രവാദത്തിന് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതിന് പിന്നെ പൈസ കൊടുത്തുകൊണ്ടും വേറെ പല ആന്റി ഇമ്പീരിയലിസം എന്ന് പറഞ്ഞുകൊണ്ടും കൂട്ടുപിടിപ്പിക്കാൻ ലിബറൽസിനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്, വെസ്റ്റിലാണെങ്കിലും ലോകമെമ്പാടും ആണെങ്കിലും. അപ്പോൾ സത്യത്തിൽ മറ്റൊരു വോട്ട് നേടിയിട്ട് ഭരണം കൈയടക്കാൻ നോക്കുമ്പോൾ മുസ്ലിങ്ങളാണ് അവരെ ട്രാപ്പപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ UK നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ സൽമാൻ പറഞ്ഞു വരുന്നത് ഇതൊരു ട്രാൻസാക്ഷണൽ അലയൻസ് എന്നാണ്, അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ അലയൻസിന് ഉപരി ഒരു ട്രാൻസാക്ഷണൽ അലയൻസ് ആണെന്നാണോ സൽമാൻ പറഞ്ഞു വരുന്നത്, അല്ലെങ്കിൽ ഇതിൽ ബെനിഫിറ്റ് മുസ്ലിംസിന് എന്നാണോ പറഞ്ഞു വരുന്നത്? ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് എന്ന് പറയുന്ന സാധനം ഇപ്പോ ഞാനും ഇങ്ങനെ ഇസ്ലാമോ ലെഫ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ തുടക്കത്തിൽ ഞാനും ഇത് കോൺസ്പിറസി തിയറി ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ തപ്പി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും ആൾക്കാർ ഇത് പറയുന്നില്ല, അല്ലെങ്കിൽ നമ്മളെ ലെഗസി മീഡിയ, ലെഫ്റ്റ് വിങ് ലെഗസി മീഡിയ ഇത് പുറത്ത് പറയാത്തൊരു സംഭവമാണ്. കാരണം ഇത് പറയാത്തത് കൊണ്ടാണ്. പക്ഷെ ഇതിനുള്ള തെളിവുകൾ അങ്ങും എങ്ങും അവൈലബിൾ ആണ്. ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് എന്ന് പറയുന്ന ഒരു അൺഹോളി അലയൻസിന്റെ തെളിവുകൾ. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഇതൊരു ട്രാൻസാക്ഷണൽ അലയൻസ് ആയിട്ടാണ് ലെഫ്റ്റ് ഇതിനെ നോക്കി കാണുന്നത്. അത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ആ ഒരു ആക്സിസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ആ എൻഗോള് നേടുന്നത് വരെ ട്രാൻസാക്ഷനിലായിരിക്കും. അതിനുശേഷം ശരിയ കൊണ്ടുവന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരെ കൊന്നു കൊടുക്കുക, മാർക്സിസ്റ്റുകാരെ കൊല്ലുക, കാഫിറുകളല്ല, അറിയ ഇവരൊക്കെ കാഫിറുകളാണല്ലോ, അവരെ കൊന്നൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇറാനിൽ കണ്ടതാണ്. ഇറാനിൽ ഷാ പഹ്ലാവി എന്ന് പറയുന്ന ഷാ പഹ്ലാവിന്റെ ഭരണകൂടമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അന്നായിരുന്നു സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കുറച്ചും ഒരു ലിബറൽ ആയിട്ടുള്ള, പ്രോ വെസ്റ്റ് ആയിട്ടുള്ള, പിന്നെ കുറച്ചും കൂടി പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടം അന്നായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്നിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് ഇന്നിപ്പോ ഏതുപോലെയാണ് UAE പോയിക്കൊണ്ടിരിക്കുന്നത്, മലയാളികളും ബാക്കിയുള്ള ഇന്ത്യയിൽ നിന്ന് പല ആൾക്കാരും അങ്ങോട്ട് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു ഇറാനിൽ. അത്രയധികം ഓയിൽ വെച്ചിട്ട് പിന്നെ പ്രതാപം നേടിയിട്ടുള്ള ഒരു രാജ്യമായിരുന്നു ഇറാൻ എന്ന് പറയുന്നത് 1979 മുന്നേ വരെ, ഷാ പഹ്ലാവിന്റെ കാലഘട്ടത്തിൽ. അപ്പോ അതിനുശേഷം കമ്മ്യൂണിസ്റ്റുകാർ അവിടെ വരുന്നു. നിങ്ങൾ പിന്നെ രാജാവാണ്, ഞങ്ങൾ രാജാക്കന്മാർക്കെതിരാണ്, നിങ്ങൾ പ്രോ വെസ്റ്റ് ആണ്, പ്രോ ഇമ്പീരിയലിസ്റ്റ് ആണ്, പ്രോ US ആണ്, അപ്പോൾ ഞങ്ങൾ നിങ്ങളെതിരാണ്, ഞങ്ങൾ നിങ്ങൾ തെറ്റാണ് നിങ്ങൾ ചെയ്യണത് എന്ന് പറഞ്ഞിട്ട് അയാളെ പുറത്താക്കാൻ വേണ്ടി കളി തുടങ്ങി. എന്നിട്ട് അയാളെ പുറത്താക്കാൻ വേണ്ടി കളി തുടങ്ങി. അന്ന് ഇതേപോലെ അവിടുത്തെ മുസ്ലിങ്ങളായിട്ട്, അവിടുത്തെ ഇസ്ലാമിസ്റ്റുകളായിട്ട് ഇവർ കൂട്ടുകൂടി. എന്നിട്ട് കൂട്ടുകൂടിയിട്ട് അവസാനം ഷാ പഹ്ലാവിനെ അവിടെ താഴോട്ട് ഇറക്കുകയാണ്. എന്നിട്ട് കൊമേനി എന്ന് പറയുന്ന പിന്നെ പെണ്ണുപിടിയനെ, പിന്നെ ശിശുഭോഗി തന്നെ പറയേണ്ടി വരും. കാരണം അയാൾ എഴുതിയ പുസ്തകങ്ങളാണ് അവിടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ആയിട്ട് കൊണ്ടുനടക്കുന്നത്. ഇസ്ലാം അവിടെ പിന്നെ ഖുറാന്റെ തഫ്സീറൊക്കെ ആയിട്ട് കൊണ്ടുനടക്കുന്നത്. അതിൽ പച്ചക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട്, കുട്ടികളെ ഭോഗിക്കാം, 9 ആർത്തവം വന്നിട്ടുള്ള 9 വയസ്സാണെങ്കിലും 8 വയസ്സാണെങ്കിലും ഭോഗിക്കാം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോ അപ്പൊ ഇയാളെ പിന്നെ ഷാ പഹ്ലാവിന്റെ കാലഘട്ടത്തിൽ ഇയാളെ ഇസ്ലാമിസ്റ്റ് ആയതുകൊണ്ട് അവിടുന്ന് ഇറാനിന്ന് പുറത്താക്കിയതാ. എന്നിട്ട് ഇയാളെ തിരിച്ചു കൊണ്ടുവന്നത്, ഷാ പഹ്ലാവിനെ പുറത്താക്കിയിട്ട് ഇയാളെ തിരിച്ചു കൊണ്ടുവന്നത് അവിടുത്തെ മാർക്സിസ്റ്റുകാരും ഈ ഇസ്ലാമോ ലെഫ്റ്റ് ലോബിയാണ്, ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസ് ആണ്. അന്ന് പിന്നെ ഈ ഖൊമൈനിനെ ഫ്രാൻസിൽ നിന്ന് കൊണ്ടുവന്നത്. അത് വേറെ കാര്യമുണ്ട്, അവിടെ പിന്നെ അതിന് അയാളെ റെഫ്യൂജി സ്റ്റാറ്റസ് അയാൾക്ക് കൊടുത്തത് ഫ്രാൻസ് ആണ്. അതാണ് ഇപ്പൊ ഫ്രാൻസ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേറെ കാലത്തിന്റെ ഇരുചക്രമാണത്, അത് നടക്കട്ടെ. അപ്പോൾ ഇയാള് എന്നിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു, ഷാ പഹ്ലാവിനെ പുറത്താക്കിയിട്ട് ഇയാളെ തിരിച്ചു കൊണ്ടുവരുന്നു. ഇയാള് തിരിച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇറാനത്തെ മാർക്സിസ്റ്റുകളും
ഈ പറഞ്ഞ ലെഫ്റ്റിസ്റ്റുകൾ അവിടുത്തെ മുസ്ലിങ്ങളായിട്ട് ചെണ്ട കൊട്ടി പാട്ട് പാടി പിന്നെ ഡാൻസ് ചെയ്യുന്നത് കാണാം. വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പൊ മുസ്ലിങ്ങൾ ഡാൻസ് ചെയ്യൂല, കാരണം ഹറാമാണല്ലോ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകൾ. പക്ഷെ ഈ ലെഫ്റ്റിസ്റ്റുകൾ ഡാൻസ് ചെയ്യാം, കാരണം അവർക്ക് കാഫിറുകളല്ല, അവർക്ക് ഇസ്ലാമിനെ പറ്റി ഒന്നും അറിയില്ല, ഇത് ഹറാമാണെന്നൊന്നും അറിയില്ല. അപ്പൊ അവരിത് ഡാൻസ് ചെയ്യുമായിരുന്നു. ഷാ പഹ്ലാവി കയറിയതിന് ശേഷം 1979 ഷാ പഹ്ലാവി കയറിയതിന് ശേഷം 1981 ഇവരൊക്കെ അവിടുന്ന് കൊന്നൊടുക്കി പിന്നെ നാട് കടത്തി. ഇതാണ് ലെഫ്റ്റിസ്റ്റുകളുടെ ചരിത്രം എന്ന് പറയുന്നത്. ഇപ്പൊ ഏതൊക്കെ ആൾക്കാർ ഇസ്ലാമിനെ മൂടാങ്ങി നടക്കുന്നുണ്ട്, അവർക്കൊക്കെ ഇനി ചരിത്രത്തിൽ വരാൻ പോകുന്നത് ഇതേ ചരിത്രമാണ്. ഇതേ പിന്നെ ചരിത്രത്തിന്റെ ഭാഗമാവാനാണ് അവർ പോകുന്നത് എന്നുള്ളതാണ്. ഇറാനാണ് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. ബേസിക് ആയിട്ട് ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഏറ്റവും കൂടുതൽ യൂറോപ്പിലെ അല്ലെങ്കിൽ വോക്കുകളാണ് കഫിയായിട്ട് നടക്കുന്നത്. പക്ഷെ ഇവരെ പലസ്തീനിൽ ചെന്ന് കഴിഞ്ഞാൽ അവരെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴ്ത്തി ചാടിക്കും. പക്ഷെ ആ ഒരു സിമ്പിൾ ലോജിക് അത് അവർക്ക് അവരുടെ ബ്രെയിനിന് കോഹറന്റ് ആയിട്ട് അങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താണാവും? ചിലപ്പം ഇന്റലക്ച്വൽ ഡെഫിഷ്യൻസി ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ അഭിനയിക്കുന്നതായിരിക്കും. ഇതില് ഒരു ചെറിയ കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ ഒരു ചെറിയ തിരുത്താണ്. ഒരു എന്താ വെച്ച് കഴിഞ്ഞാല് ഇവരൊക്കെ വോക്സ്റ്റേഴ്സ് ആണ്, ഓക്കെ. പക്ഷെ വോക്സ്റ്റേഴ്സ് ഇവർ മാത്രമല്ല ഉള്ളൂ. ഇപ്പത്തെ ഒരു ലെഫ്റ്റ് വിങ് എന്ന് പറയുന്നത് മൊത്തം, ലെഫ്റ്റ് ലിബറൽ എന്ന് പറയുന്ന മൊത്തത്തിലുള്ള ആൾക്കാർ മൊത്തം ഇവരുടെ ഇസ്ലാമിന്റെ ട്രാപ്പിൽ പെട്ട ആൾക്കാരൊക്കെ വോക്സ്റ്റേഴ്സ് തന്നെയാണ്. വോക്സ്റ്റേഴ്സിന്റെ ഒരു പ്രത്യേക പ്രവണത എന്ന് പറയുന്നത് 3 സിമ്പിൾസ് ആണ് അവർക്കുള്ളത്. അവര് 3 സ്വഭാവമാണ് അവർക്കുള്ളത്. അതായത് അവർ ഹൈപ്പർ ലിബറൽസ് ആയിരിക്കും, ഹൈപ്പർ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ ആൾക്കാരായിരിക്കും, പിന്നെ ടോക്സിക് ഫെമിനിറ്റിന്റെ ആൾക്കാരായിരിക്കും. അതായത് ഈ ടോക്സിക് മാസ്കുലിനിറ്റിനെ നമ്മൾ ചരിത്രപരമായിട്ട് നമുക്ക് അതിന്റെ പ്രശ്നങ്ങൾ അറിയുന്ന ആൾക്കാരാണ്, നമ്മൾ എതിർക്കുന്ന ആൾക്കാരാണ്. ഇസ്ലാമിക് ടോക്സിക് മാസ്കുലിനിറ്റിന്റെ പിന്നെ ഏറ്റവും മുൻപന്തിയിലുള്ള ആൾക്കാരാണ്. അപ്പോ ട്രഡീഷണൽ റിലീജിയൻസിനൊക്കെ ഉള്ളത് ടോക്സിക് മാസ്കുലിനിറ്റിയാണ്, പ്രത്യേകിച്ച് ഇസ്ലാമിന്. ഇസ്ലാമിന് അപ്പോൾ റിലീജിയൻ അല്ല, ഒരു കൾട്ടാണ്, പേഴ്സണാലിറ്റി കൾട്ടാണ്, പേഴ്സണാലിറ്റി പൊളിറ്റിക്കൽ കൾട്ട്, ഒരു അറബ് സുപ്രമസിസ്റ്റ് കൾട്ട്. അപ്പോൾ ഇതിലുപരി ഈ ലിബറൽ പ്രസ്ഥാനങ്ങളിൽ നിന്ന് സ്ത്രീകൾക്ക് വിമോചനം നേടിയതിനു ശേഷം ഉണ്ടായി വന്നിട്ടുള്ള ഒരു വേറൊരു മറുഭാഗത്ത് ടോക്സിക് ഫെമിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായി വന്നിട്ടുണ്ട്. അപ്പൊ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ എല്ലാവരെയും സ്വന്തം കുട്ടികളെ പോലെ കാണുന്ന ഒരു സംഭവം. ഇരവാദം മുഴക്കുന്നവരൊക്കെ സ്വന്തം കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു മാതൃത്വം തുളുമ്പുന്ന അപ്പോൾ കുട്ടികൾ, ഒരു മാതൃത്വം എന്ന് പറയുന്നത് ശരിക്കും സ്വന്തം കുട്ടികളുടെ അൺകണ്ടീഷണൽ ലവ് കാണിക്കുന്ന ആൾക്കാരാണ് പിന്നെ സ്ത്രീകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാതാക്കൾ എന്ന് പറയുന്നത്. അപ്പൊ അത് ആ അൺകണ്ടീഷണൽ ലവ് ഇരവാദം മുഴക്കുന്ന ഇസ്ലാമിസ്റ്റുകളായി കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അപ്പൊ അത് മുതലെടുക്കാൻ വേണ്ടി വേറെ പോലെ ഇരവാദം പൊഴിക്കെടുക്കുന്ന ആൾക്കാരുണ്ടാവും. അതാണ് ചെറിയൊരു തോതിൽ ഇസ്ലാമിനായിട്ടുള്ള ഇതിന്റെ കണക്ഷൻ. അപ്പോൾ ഈ സ്വഭാവം കാണിക്കുന്ന ആൾക്കാരെയാണ് പൊതുവെ നമ്മൾ, പിന്നെ ഇതൊക്കെ നിയോമാർസിസത്തിന്റെ ഒരു ഭാഗമാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോ ഈ നിയോമാർസിസം എന്ന് പറയുന്ന ഈ 3 സ്വഭാവം കാണിക്കുന്ന നിയോമാർസിസ്റ്റുകളെയാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നിയോമാർസിസ്റ്റുകളാണ്. ഈ 4 കാറ്റഗറിയാണ് മാർസിസം എന്ന് പറയുന്ന കാറ്റഗറി പെടുന്ന 3 സ്വഭാവങ്ങളുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. അപ്പൊ ഇവരാണ് പൊതുവെ വോക്സ്റ്റേഴ്സ് എന്ന് വിളിക്കാറുള്ളത്, അപ്പോൾ ഉണർവോളികൾ എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. പിന്നെ ഈ LGBT എന്ന് പറയുന്ന ഗ്രൂപ്പ്, ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞല്ലോ, അന്ന് പറഞ്ഞ പോലെ, ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ, ഈ ഇപ്പൊ അടിച്ചമർത്തപ്പെട്ട സമുദായം എന്ന് പറയാൻ ആരുമില്ല. അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട സമുദായത്തിന് പേരെ നമ്മൾ ഇക്വാലിറ്റി കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിൽ കണ്ടു, കാനഡയിൽ കണ്ടു, അവിടുത്തെ ഇൻഡിജിനസ് ഗ്രൂപ്പ്സിനെതിരെ അവർ പ്രശ്നങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് അംഗീകരിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. US-ലാണെങ്കിലും, പ്രത്യേകിച്ച് കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ ആണെങ്കിലും. അപ്പൊ അങ്ങനത്തെ കാലഘട്ടത്തിൽ ശരിക്കും ഇരകൾ എന്ന് പറയുന്ന ആൾക്കാർ, ഇരവാദം മുഴക്കുന്ന ആൾക്കാർ മാത്രമായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇരകളില്ല എന്നല്ല ഞാൻ പറയുന്നത്, യഥാർത്ഥ ഇരകളുണ്ട്. പക്ഷെ ഈ ഇരവാദം മുഴക്കുന്ന വോയിസുകൾ മാത്രമാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. ഇപ്പോൾ ഒരു സപ്പോസ് ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞു നോക്കാം, ചെറിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരു അമ്മയ്ക്ക് 3 കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. 3 കുട്ടികളും കരയുന്നു. പക്ഷെ കരച്ചിലിന്റെ ഇന്റൻസിറ്റി പലതാണ്. അപ്പോൾ ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശബ്ദത്തിൽ കരഞ്ഞ് വെറുപ്പിക്കുന്ന കുട്ടീനല്ലേ ആ കുട്ടീന്റെ ആഗ്രഹം നിറവേറ്റാനല്ലേ അമ്മ നോക്കുള്ളൂ, അമ്മേന്റെ സമാധാനത്തിന് വേണ്ടിയിട്ട്.
എന്നിട്ടല്ലേ ബാക്കിയുള്ള കുട്ടികളുടെ അടുത്തോട്ട് പോവുള്ളൂ. അപ്പോൾ ആ കുട്ടിയുടെ ശബ്ദം ബാക്കിയുള്ള കുട്ടികളെ മാസ്ക് ചെയ്യുന്നത് കൊണ്ട് ആ കുട്ടീൻ്റെ പിന്നെ ആവശ്യങ്ങൾ മാത്രം പൂർത്തീകരിക്കപ്പെടുന്ന ഒരവസ്ഥ. അപ്പോൾ ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇരകളുടെ ആ ശബ്ദങ്ങളൊക്കെ മാസ്ക് ചെയ്തുകൊണ്ട് ഇരവാദം മുഴക്കുന്ന ഇസ്ലാമിന്റെ ശബ്ദം, ഇസ്ലാം എന്ന് പറയുന്ന ആളുടെ ശബ്ദം മാത്രമാണ് ഈ മറ്റവർ കേൾക്കുന്നത്, ഈ ബാക്കിയുള്ള ലെഫ്റ്റിസ്റ്റുകൾ കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലത്തെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്തു കൂടി. അപ്പോൾ ഇതാണ് വോക്കിസം എന്ന് പറയുന്നത്. അപ്പോൾ LGBT കാര്യത്തിൽ അതേപോലെ എല്ലാവർക്കും അംഗീകരിച്ചു കൊടുക്കുന്ന LGBT അംഗീകാരങ്ങളുണ്ട്, അവർക്ക് അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തിലായതുകൊണ്ട് തന്നെ അവർക്കൊരു സ്പേസും ഇപ്പോൾ എന്താ പറയുക, ഇരവാദം മുഴക്കേണ്ട ഒരു ആവശ്യകത ഇല്ല. സത്യം പറഞ്ഞാൽ ഇരകളല്ല അവർ, അപ്പോൾ അവർക്ക് ഈ ഇരവാദം മുഴക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇരകളല്ലെങ്കിൽ അവർക്ക് ഇരവാദം മുഴക്കിയിട്ട് രാജ്യം പിടിച്ചെടുക്കാനുള്ള ആവശ്യകത, ആ ഒരു ചിന്ത അവർക്കുണ്ട്. LGBT അങ്ങനെ പിടിച്ചടക്കണം എന്നൊന്നുമില്ല. അപ്പൊ ഇരവാദം മുഴക്കുന്ന ആൾക്കാരായതുകൊണ്ട്, ആ ടോക്സിക് ഫെമിനിറ്റി അവരുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഒച്ചപ്പാടും വിളക്ക് കേട്ടിട്ട് ഇവരുടെ ഇവരുടെ അവകാശങ്ങൾ മാത്രമാണ് ഇവർ കേൾക്കുന്നത്. ഒരു വശത്ത് അതെ, സൂയിസൈഡൽ എമ്പതി, അതാണ് പ്രശ്നം. പിന്നെ ഈ ഒരു എന്താ പറയാ, ഒരു കളക്റ്റീവ് വിക്ടിംഹുഡ് ആണ്. അവരുടെ വിചാരം ഇവർ ഇരകളാണ് എന്നുള്ളതാണ്. അവർക്ക് അറിയില്ല ഇവർ ശരിക്കും ഇരകളല്ല എന്നുള്ളത്. അതാണ് ഇവർക്കുള്ള പ്രശ്നം. പിന്നെ ഈ പറഞ്ഞ പോലെ ചിക്കൻസ് ഫോർ KFC എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഞാനിപ്പോ ഒരു 2 സെക്കൻഡ് ഒരു ഡെവിൾസ് അഡ്വക്കേറ്റ് ആവാം. എന്നിട്ട് ഞാനൊരു ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസിന് വേണ്ടി വാദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഒരു മെജോറിറ്റിന്റെ ഉത്തരവാദിത്തമാണ് മൈനോറിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പൊ നേരത്തെ സൽമാൻ പറഞ്ഞ എക്സാമ്പിളിൽ 3 കുട്ടികളെ കരയുന്നതിൽ ഏറ്റവും കൂടുതൽ കരയുന്ന കുട്ടിക്കാണ് അവരുടെ നീഡ്സ് ആണ് ആദ്യം മീറ്റ് ചെയ്യുക. പക്ഷെ ഈ 3 കുട്ടികളുടെയും നീഡ്സ് മീറ്റ് ചെയ്യേണ്ട ചുമതല അമ്മക്കാണെന്ന് ഞാൻ പറഞ്ഞാല് ആ ഒരു ഡിഫൻസ് പൊതുവെ ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസിന് വേണ്ടി എടുക്കുന്ന ഡിഫൻസ് അതാണ്. മെജോറിറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് മൈനോറിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത്. അതുപോലെ യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യൻ മെജോറിറ്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് റിഫ്യൂജീസിനെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഈ ഒരു ഡിഫൻസിനെ എങ്ങനെയാണ് സൽമാൻ ഡിഫെൻഡ് ചെയ്യുക? നെഹ്റു, നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യയില്, പറഞ്ഞൊരു വാചകമുണ്ട്, മൈനോറിറ്റേറിയൻ എക്സ്ട്രീമിസം ഈസ് നോട്ട് സോ ഡേഞ്ചറസ്. Majoritarian extremism is the most dangerous version, and that is to be curbed. Minoritarian extremism is not much problematic എന്ന് പറഞ്ഞു വെക്കുന്ന സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ഇതല്ല, പക്ഷെ അങ്ങനെ പറഞ്ഞു വെക്കുന്ന സ്റ്റേറ്റ്മെന്റ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ന്യൂനപക്ഷങ്ങളുടെ തീവ്രവാദം പ്രശ്നമല്ല, ഈ ഭൂരിപക്ഷത്തിന് തീവ്രവാദമാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടാണ് നെഹ്റു പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കോൺഗ്രസ് RSSനെ ബാൻ ചെയ്യുന്നതൊക്കെ നടക്കുന്നത്. അപ്പൊ ഇതിലുള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്ട്രീമിസം ഓർ ടെററിസം ഓഫ് എനി കൈൻഡ് ഷുഡ് ബി കർബ്ഡ് എന്നാണ് പറഞ്ഞു വെക്കേണ്ടിയിരുന്നത് പുള്ളിക്കാരൻ. ഒരു ലിബറൽ ആയതുകൊണ്ടും ഈ ലെഫ്റ്റിസ്റ്റ് ചിന്താഗതി ഉള്ളത് കൊണ്ടും പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചൊരു ആശയമാണ്. ഇതേ ആശയമാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുനടക്കുന്നത് ഈ ലെഫ്റ്റിസ്റ്റുകൾ, യൂറോപ്പിലുള്ള ലെഫ്റ്റിസ്റ്റുകളും. അപ്പൊ അവിടെ ഒരു മെജോറിറ്റേറിയൻ എക്സ്ട്രീമിസം ചിലപ്പോൾ നടക്കുന്നുണ്ടാവും. പക്ഷെ അതിനേക്കാളിലും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ് ഇസ്ലാമിന്റെ എക്സ്ട്രീമിസം എന്ന് പറയുന്നത്. അപ്പൊ മൈനോറിറ്റി എക്സ്ട്രീമിസം പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടക്കുന്ന ഒരു സംഭവം കൂടി ഇതിലുണ്ട്. അത് ഈ പറഞ്ഞ പോലെ സൂയിസൈഡ് എമ്പതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ എക്സ്ട്രീമിസം ഓഫ് എനി കൈൻഡ് ഷുഡ് ബി കർബ്ഡ് എന്നാണ് പറഞ്ഞു വെക്കേണ്ടിരുന്നത്. ഇനിയിപ്പോ മൈനോറിറ്റിന്റെ സംരക്ഷണമാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോ നാസികളാരും യൂറോപ്പിലില്ലല്ലോ, ആകെ ഉള്ളത് അവിടെയും ഇവിടെയും കുറച്ച് നിയോനാസികളാണ്. അപ്പൊ നിയോനാസികളും മൈനോറിറ്റീസ് തന്നെയല്ലേ, അവരുടെ അവകാശങ്ങളും സംരക്ഷിക്കണ്ടേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരെ ഇപ്പോൾ പോളണ്ടില് ബാൻ ചെയ്യുന്നു. അപ്പൊ അവിടെയും നിയോ മാർക്സിസ്റ്റുകളില്ലേ, അവരും കമ്മ്യൂണിസ്റ്റുകാരല്ലേ, അവരും ന്യൂനപക്ഷമല്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ ഭൂരിപക്ഷം ക്രിസ്ത്യാനികളാവുമ്പോ പിന്നെ പറയുന്നു വൈറ്റ് മെൻ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അപ്പൊ വൈറ്റ് ഗേൾസ് ഒന്നും പിന്നെ മൈനോറിറ്റി പെടുന്നില്ലല്ലോ. അപ്പൊ ഈ വൈറ്റ് ഗേൾസും പിന്നെ പീപ്പിൾ ഓഫ് കളറും ഒക്കെ കൂടി വരുമ്പോ അതൊരു മെജോറിറ്റി അല്ലേ. അപ്പൊ അവിടെ വൈറ്റ് മെൻ മൈനോറിറ്റി തന്നെ ആവുന്നത്. അപ്പൊ ഈ മൈനോറിറ്റി മെജോറിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ്
ഹൈലി കോണ്ടക്ച്വൽ ആൻഡ് റിലേറ്റീവ് എന്നുള്ളതാണ്. അതിന്റെ പേര് നമ്മൾ ഒരിക്കലും ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ജനറൽ ഒരു രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷനെയോ സൊസൈറ്റീനെ നമ്മൾ തരംതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയുള്ളത്. അതൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ കാട്ടിക്കൊടുന്ന വിക്രസുകൾ, അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളാണ് ഏറ്റവും മൈനോറിറ്റീസ് ഇന്ത്യയിൽ. ക്രിസ്ത്യാനികൾക്ക് എന്നിട്ട് റിസർവേഷനും ബാക്കിയുള്ള സാധനങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് മുസ്ലിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ള ചോദിക്കുന്നത്. ബുദ്ധിസ്റ്റുകൾ, ജൈനന്മാർ. വൈറ്റ് മെന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ വൈറ്റ് മെന്റെ പോപ്പുലേഷൻ വേൾഡിൽ വളരെ കുറവാണല്ലോ. അപ്പോൾ ഇനി കുറച്ച് വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഡിപ്ലീറ്റഡ് ആയി പോയി കഴിഞ്ഞാല് ഇവർ ആരുടെ തലയിലാണ് ബ്ലെയിം വെക്കാം? ആരുടെ ആയിരിക്കും? കാരണം എനിക്ക് കാണുന്നില്ല ഇനിയിപ്പോ ആരുടെ തലയിൽ വെക്കാൻ പറ്റുന്നുള്ളത്. അവരല്ലേ യഥാർത്ഥ മൈനോറിറ്റീസ്. അതെ. അപ്പൊ ഇങ്ങനത്തെ ഈ മെജോറിറ്റി മൈനോറിറ്റി എന്ന് പറയുന്ന റിലേറ്റീവ് ചിന്താഗതി തന്നെ മാറ്റേണ്ട സമയം കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. എക്സ്ട്രീമിസം ഓഫ് എനി ക്യാൻ ഷുഡ് ബി കർബ്ഡ് എന്നുള്ളതാണ് പറയേണ്ടിയിരിക്കുന്നത്. അത് കോണ്ടക്സ്റ്റിന്റെ പ്രശ്നമാണ്. അത് പിന്നെ മുന്നോട്ട് എടുത്തുകൊണ്ട് ഇരവാദം മുഴക്കിക്കൊണ്ട് ഇസ്ലാമിസ്റ്റുകൾ, പിന്നെ ഇസ്ലാമിക് പോളിറ്റിക്സിന്റെ ആൾക്കാർ, മുസ്ലിങ്ങളും ഉണ്ട് അതിൽ, അവരത് കൊണ്ടുനടക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ ഇസ്ലാമിനെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ റൈറ്റ് വിങ് ആവും. ആൻഡ് റൈറ്റ് വിങ് ആവെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ക്രൈമാണ് യൂറോപ്പിൽ റൈറ്റ് വിങ് ആവാന്ന് പറഞ്ഞാൽ. നമ്മുടെ നാട്ടിൽ സംഖ്യവെന്ന് പറഞ്ഞ ക്രൈം. അപ്പൊ ഇങ്ങനെ ഒരു ക്രൈം, ഈ ഒരു ചാപ്പ് തരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനുള്ള ഓഫ് ദ ടേബിൾ. ലൈക്ക് നമുക്കിനി റൈറ്റ് വിങ് ആയി ചാപ്പ് കുത്താതെ ഇസ്ലാമിനെ വിമർശിക്കപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു സ്പേസ് ആയിപ്പോ, അല്ലെങ്കിൽ ഈ ചാപ്പയിലൊന്നും പെടാതെ ഇസ്ലാമിനെ വിമർശിക്കാൻ പറ്റുമോ എങ്ങനെയെങ്കിലും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ലിയാഖത്ത് ഭായിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇൻഫിഡൽസിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. പിന്നെ കാരണം അവരാണ് സംഘിച്ചാപ്പിനെ പേടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാർ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിമർശനം ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കൽ എന്നുള്ളതാണ്. കാരണം ഇപ്പൊ റിഡക്ഷോ ടീം എന്നൊക്കെ പറയുന്ന ടീം ഇപ്പൊ ലിയാഖത്തിനെ വരെ സംഖ്യയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ലിയാഖത്തിനെയും ഇസ്ലാമിനെ വിമർശിക്കുന്നവർക്ക് സംഖ്യ, റഷാൻ വരെ സംഖ്യയാണ്. അപ്പോ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് അപ്പോ ഈ ക്യാൻസൽ കൾച്ചറിനെ പേടിച്ചുകൊണ്ട് നമ്മൾ ഇതിനെ വിമർശിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, ഇത് നമ്മുടെ വി വിൽ ബി ഡിഗിങ് അവർ ഓൺ പിറ്റ്സ് എന്നുള്ളതാണ്. ഇത് ഇസ്ലാമിസ്റ്റുകൾ, പിന്നെ അല്ലെങ്കിൽ ഇസ്ലാമിക് പൊളിറ്റിക്സ്, മുസ്ലിങ്ങളായിട്ടുള്ള ഇസ്ലാമിസ്റ്റുകൾ അവര് വെച്ച് കുഴിച്ചിട്ടുള്ള കുഴിയാണ്. അത് ലെഫ്റ്റുകൾ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിക്രസാണ്. ഇതിനെ പേടിച്ചുകൊണ്ട് നമ്മൾ വിമർശിക്കാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ കുഴി നമ്മൾ തന്നെ തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒരു വിമർശനം സാധ്യമല്ല. കാരണം എങ്ങനെയൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ മനുഷ്യന്റെ തെറ്റുകൾ കണ്ടെത്തുക എന്നുള്ളത്, ഒരാളും പെർഫെക്റ്റ് അല്ല. നോബഡി ഈസ് പെർഫെക്റ്റ്, ദാറ്റ് നോബഡി ഇൻക്ലൂഡ്സ് മീ എന്ന് സോക്രട്ടീസ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, തെറ്റുകൾ ചെയ്തതിൽ ആരുമില്ല ഗോപു എന്ന് ആ പിന്നെ സിനിമയിൽ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും കുറവുകളുണ്ടാവും, എല്ലാവർക്കും തെറ്റ് പറ്റും. ആ തെറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ചിന്താഗതി, ആ ഒരു ക്യാൻസൽ കൾച്ചറിന്റെ പ്രശ്നമാണ്, നമ്മളെ പ്രശ്നമല്ല. വ്യക്തി എന്നുള്ള നിലയിലല്ല വ്യക്തി എന്നുള്ള നിലയിൽ വിലയിരുത്തുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ആശയങ്ങൾ ശരിയാണോ തെറ്റാണെന്ന് പിന്നെ നോക്കിയിട്ട് വേണം ആശയങ്ങളെ വിലയിരുത്താൻ. അല്ലാതെ വ്യക്തികളെ നോക്കിയിട്ടല്ല ആശയങ്ങളെ വിലയിരുത്തേണ്ടത്. അപ്പൊ ആശയങ്ങളിൽ കഴമ്പുണ്ടെന്നുണ്ടെങ്കിൽ ആശയങ്ങൾ നമ്മൾ അംഗീകരിക്കണം. അങ്ങനെ വ്യക്തികളെ നോക്കിക്കൊണ്ട് വ്യക്തികൾ ചെയ്ത് ലൈഫിനെങ്ങനെ പിന്നെ കോഴി ചകയുന്ന പോലെ ചകഞ്ഞുകൊണ്ട് അത് കണ്ടെത്തിയിട്ട് അതിന്റെ പേരിൽ അയാൾ ക്രൂശിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ക്യാൻസൽ കൾച്ചറാണ്. അത് ആ കൾച്ചറിന്റെ പ്രശ്നമാണ്, ആ ചിന്താഗതി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ പ്രശ്നമാണ്, അല്ലാതെ നമ്മളെ പ്രശ്നമല്ല, നമ്മളെ ആശയത്തിന്റെ പ്രശ്നമല്ല. നമ്മൾ ആശയപരമായിട്ട് നേരിടുക, അല്ലെങ്കിൽ വ്യക്തിഹത്യത്തിലോട്ട് പോകാതിരിക്കുക. ഇതൊരു വ്യക്തിഹത്യയാണ്. ലോജിക് ഓഫ് ഫെല്ലസിന് ആഡ് ഹോമിനം എന്ന് പറയുന്ന സാധനത്തിന്റെ ഭാഗമാണ് ഈ ക്യാൻസൽ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ആശയപരമായിട്ട് നേരിടാൻ പറ്റാത്ത ആൾക്കാര് നമ്മളെ പിന്നെ നമ്മുടെ തെറ്റുകൾ കണ്ടെത്തിയിട്ട് നമ്മളെ വളരെ സുഖമായിട്ട് നേരിടാൻ പറ്റും. കാരണം തെറ്റുകൾ കണ്ടത് വളരെ എളുപ്പമാണ്. ഇപ്പൊ എന്നെ ഇപ്പോൾ നീളമില്ലാത്തവൻ കുള്ളൻ എന്ന് വിളിച്ചിട്ട് കളിയാക്കുന്ന സുഖമാണ്. എൻ്റെ ആശയങ്ങളെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം ആശയങ്ങൾ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധി ഉപയോഗിക്കണം. ബുദ്ധി ഉപയോഗിക്കാൻ വളരെയധികം എനർജി വേണ്ടി വരും. അപ്പൊ ആ എനർജി എടുക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുറച്ച് തലയിൽ മൂളയും വേണം. അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏറ്റവും സുഖമുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീക്ക്നെസ്സുകളെ കണ്ടെത്തിയിട്ട് അതിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ആരിഫിനെ പിന്നെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പിന്നെ ഡിവേഴ്സ് ചെയ്ത് പോയത് കൊണ്ട് അതിനെ പിടിച്ച് അറ്റാക്ക് ചെയ്യുന്നു.
അപ്പം ഇതൊരു എന്താ പറയാ, ആളെ ഐഡന്റിറ്റി ആദ്യം നീ ധൈര്യം ഉണ്ടെങ്കിൽ മുഖം കാണിക്കുന്നു പറഞ്ഞിട്ടായിരിക്കും പാത്തുനെ പോലത്തെ ആൾക്കാരോട് പറയാം. മുഖം കാണിക്കാത്തവരൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യാം. അതൊരു ആഡ്ഹോമിനാണ്, ആശയങ്ങളെ വിമർശിക്കണ്ടല്ലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് മുഖം കാണിച്ചു കഴിഞ്ഞാൽ അയാളുടെ പേഴ്സണൽ സാധനങ്ങൾ ചകഞ്ഞുകൊണ്ട് അത് വെച്ചിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതൊരു ആഡ്ഹോമിനം, ലോജിക്കൽ ഫെല്ലസി എന്ന് പറഞ്ഞ സാധനത്തിന് ആഡ്ഹോമിനം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ പെടുന്ന ലോജിക്കൽ ഫെല്ലസിയാണ്. അപ്പോൾ ആഡ്ഹോം ഈ പേഴ്സണൽ അറ്റാക്സ് അത് വെച്ചിട്ട് അയാളെ കീഴ്പ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കീഴ്പ്പെടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലാതെ അതിന്റെ പിന്നാലെ പോവുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനത്തിന്റെ പിന്നിലും അത് തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമോഫോബിയ ഈസ് നോട്ട് ഇസ്ലാമോഫോബിയ, ഇസ്ലാം ഓഫ് ഫിയർ. അത് റാഷണൽ ഫിയർ ആണ്. അതിനെ ഇസ്ലാമോഫോബ്സ് എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാൻസൽ കൾച്ചറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൽമാൻ എപ്പോഴെങ്കിലും സെൽഫ് സെൻസർ ചെയ്തിട്ടുണ്ടോ? ക്യാൻസൽ കൾച്ചറിനെ പേടിച്ചിട്ടില്ല, അല്ലെങ്കിൽ പേടി ഉണ്ടായതുകൊണ്ടല്ല, പക്ഷെ പറഞ്ഞാൽ അതിന്റെ കോസ്റ്റ് ഭയങ്കരമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എപ്പോഴെങ്കിലും സെൽഫ് സെൻസർ ചെയ്തിട്ടുണ്ടോ? ഞാൻ അങ്ങനെ ഒരു സെൽഫ് സെൻസറിങ്ങിന്റെ അവസ്ഥയിലോട്ട് ഇപ്പോൾ എത്തിയിട്ടില്ല. കാരണം നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. കാരണം ഞാനൊരു വോക്സ്റ്റർ ആയിരുന്നു. ഞാൻ മതം വിട്ടിട്ടും വോക്സത്തിൽ നിന്നിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ലെഫ്റ്റ് ലിബറൽ ഗ്രൂപ്പിൽ നിന്ന് കമ്മ്യൂണിസ്റ്റുകാരൊക്കെ സപ്പോർട്ട് ചെയ്ത് നടന്നിരുന്ന ഒരു വോക്കിസ്റ്റ് കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്, വോക്സ്റ്റർ കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. മതം വിട്ടു, പക്ഷെ പിന്നെ ഈ ഒരു നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ട് ആ ലെഫ്റ്റിസ്റ്റ് ആശയങ്ങളും പിന്നെ ലെഫ്റ്റിസ്റ്റ് മീഡിയ ഈസ് ഡോമിനേറ്റഡ് ബൈ ലെഫ്റ്റ് വിങ് ഇന്റർനാഷണലി, നാഷണലി ആൻഡ് ലോക്കലി ഇൻ കേരള ടു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ആശയങ്ങൾ പഠിച്ച് വായിച്ച് വളർന്നുകൊണ്ട് തന്നെ ഇപ്പം മാധ്യമം ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ മുന്നിലുള്ളത് ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് പോലത്തെ കമ്മ്യൂണിസ്റ്റ്, നിയോ മാർക്സിസ്റ്റ് ന്യൂസ് പേപ്പേഴ്സാണ്, ലെഫ്റ്റിസ്റ്റ് പേപ്പേഴ്സാണുള്ളത്. അപ്പം അത് വായിച്ച് നടക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ചായ്വ് വരും. മോഹൻലാലിനെ പോലെ ഇടത്തോടുള്ളൊരു ചായ്വ് നമുക്ക് വരും, സ്വാഭാവികമാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അന്ന് ഞാൻ പിന്നെ ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ പിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും പിന്നെ എല്ലാവരും പിന്തുണയ്ക്കണം, അതായത് എല്ലാവരും അടിച്ചമർത്തപ്പെട്ടവരാണ്. പിന്നെ OBC-കാരൊക്കെ അടിച്ചമർത്തപ്പെട്ടവരാണ്. ഇസ്ലാമും പിന്നെ ഈ പറഞ്ഞ പോലെ LGBT എന്നതിനെക്കാട്ടിലുപരി QIA++++ അതൊക്കെ അടിച്ചമർത്തപ്പെട്ടവരാണ്. ഞാൻ ഒരു പട്ടിയാണെന്ന് പറഞ്ഞ് ഞാൻ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാനും അടിച്ചമർത്തപ്പെട്ട ആളാണ് എന്നൊക്കെയുള്ള ലെവലിലോട്ട് നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നതായതുകൊണ്ട് ഇസ്ലാമിക വിമർശനം അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. കഴിഞ്ഞ ഒരു വർഷം ഇസ്ലാമിക ഞാൻ മതം വിട്ടിട്ട് 5 വർഷമായി. അന്ന് തൊട്ട് ഞാൻ എഴുതുന്നുണ്ട്. അപ്പോൾ വിമർശനമൊക്കെ തുടങ്ങിയിട്ട് കുറെ കാലമായി. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം എന്നുള്ള രീതിയിൽ കുറച്ചൊരു ആൾക്കാർ 2-3 ആൾക്കാർ അറിയപ്പെടാൻ തുടങ്ങിയത് ആരിഫിന്റെ ചാനൽ വന്നതിന് ശേഷമാണെന്നേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ആ വഴിയൊക്കെ താണ്ടി അങ്ങനൊന്നല്ല, അത്യാവശ്യം നല്ല ഫേമസ് ആണല്ലോ, അങ്ങനെയൊന്നും പറയല്ലേ. ഫാൻസ് ഇവിടെ ആരാധകർ ശാന്തരാവില്ല. അപ്പൊ ആ വഴി താണ്ടി വന്നതുകൊണ്ട് പിന്നെ സെൻസർഷിപ്പിലോട്ട് എനിക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ പിന്നിപ്പോ നമ്മള് എന്താ പറയാ, വേറൊന്നുമില്ല, നമുക്ക് സെൻസർഷിപ്പിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ പിന്നീട് ഉണ്ടായിട്ടില്ല. അപ്പം ഈ ഒരു വർഷമായിട്ട് ഇസ്ലാം വിമർശനം നടത്തുമ്പോൾ യൂറോപ്പിലാണ് സൽമാൻ ഉള്ളത്. യൂറോപ്പിൽ നിന്ന് എക്സ് മുസ്ലിം ആയിട്ടുള്ള ഒരാൾ ഇസ്ലാം വിമർശനം നടത്തുന്നതും കേരളത്തിൽ നിന്ന് നടത്തുന്നതും തമ്മിൽ എന്തെങ്കിലും കോൺസിക്വൻസസ് വൈസോ അല്ലെങ്കിൽ നമ്മുടെ അല്ലെങ്കിൽ സറൗണ്ടിങ്സ്, നമ്മുടെ എക്കോസിസ്റ്റം വെച്ചിട്ടും എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? അത് ഹോസ്റ്റിലിറ്റി സെയിം ആണോ, അത് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? ഞാനിപ്പോ കേരളത്തിലും യൂറോപ്പിലും വെച്ച് കമ്പാരിസൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രോ പലസ്തീൻ എന്നുള്ള ആ ഒരു കുഴിയിൽ എല്ലാ ലെഫ്റ്റിസ്റ്റുകളും വീണിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ആശയങ്ങൾ കൊണ്ടുനടക്കുന്ന എല്ലാ നാടുകളും അതിൽ വീണിട്ടുണ്ട്, എല്ലാ ആൾക്കാരും. അതിപ്പോൾ കേരളത്തിൽ പ്രിഡോമിനന്റ് ലെഫ്റ്റ് ആശയം ആയതുകൊണ്ട് യൂറോപ്പിൽ പ്രിഡോമിനന്റ് ലെഫ്റ്റ് ആശയം ആയതുകൊണ്ടും അവരൊക്കെ ഇതിൽ വീണിട്ടുണ്ട്. അതിൽ പെടാതെ ഇന്ത്യയിലും കേരളത്തിലും അതിൽ പെടാതെ നടക്കുന്നവർ പിന്നെ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഹിന്ദുസാണ്, അതായത് ഈ BJP-നോട് ചായ്വുള്ള ഹിന്ദുസാണ്. പിന്നെ ക്രിസ്ത്യാനികളാണ്. ഇപ്പോൾ നമ്മുടെ യൂറോപ്പിലാണെന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികളാണ് അതിൽ വീഴാതിരുന്നിട്ടുള്ളൂ ആ ഒരു ട്രാപ്പിൽ. അപ്പോൾ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും നമുക്ക് 2-3 ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ
നമ്മുടെ ഇപ്പം അടുത്ത് ജർമ്മനിയിൽ ഒരു കുട്ടിയുണ്ട്. പുള്ളിക്കാരി പിന്നെ എന്താ ഒരു ട്രംപിനെ പിന്തുണച്ചു. അതായത് ട്രംപിന്റെ ചില ആശയങ്ങളെ ഞാൻ പിന്തുണയ്ക്കുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി പറഞ്ഞതുകൊണ്ട് പുള്ളിക്കാരിക്കെതിരെ അവിടുത്തെ ആന്റിഫ എന്ന് പറയുന്ന ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസ്റ്റ്, ഇസ്ലാമോ ലെഫ്റ്റ് ആക്സിസിന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ്. അവര് പോയിട്ട് പിന്നെ ആ കുട്ടിയെ പിന്നെ വധഭീഷണി മുഴക്കുകയും ത്രെറ്റുകൾ വരികയും ചെയ്യാണ് ജർമ്മനിയിൽ. അപ്പോൾ ഇതൊരു വേൾഡ് വൈഡ് ഫെനോമിനയാണ്. അത് ആ ലെഫ്റ്റ് വിങ് ഡോമിനൻസിന്റെ ഒരു പ്രശ്നമാണ്. അതിനെതിരെ ഇപ്പോൾ ലോകമെമ്പാടും നിൽക്കുന്നത് യുക്തിവാദികളല്ല, കാരണം യുക്തിവാദികളൊക്കെ ട്രാപ്പ് പെട്ടിട്ടുണ്ട്. അതിനെതിരെ നിൽക്കുന്നത് പിന്നെ ഈ പദ പോലെ മതത്തിൽ തന്നെ ബാക്കിയുള്ള മതങ്ങളിലെ ആൾക്കാരാണ് ഇതിനെതിരെ നിൽക്കുന്നുള്ളൂ. ഒരുപക്ഷെ ഇസ്ലാമിന്റെ ട്രാപ്പ് അവർക്ക് മനസ്സിലായത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവർക്ക് ഒരു ജനറലി യുക്തിവാദത്തിനോടുള്ള ഇത് ലെഫ്റ്റും ഈ ഇസ്ലാമിനോടുള്ള ഒരു ജനറൽ എതിർപ്പായതുകൊണ്ടാവാം. കാരണം ഒന്ന് യുക്തിവാദം, മറ്റേത് പിന്നെ ഇസ്ലാമും ആണല്ലോ. അപ്പൊ അതിനോടുള്ള വിമർശനം കൊണ്ടാവാം. അവർക്ക് ചിലപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റീസ് അറിയണമെന്നില്ല. പക്ഷെ അവർക്ക് ആ ഒരു തുടക്കത്തിലെ എതിർപ്പുള്ളത് കൊണ്ട് തന്നെ അവർ ആ വിഷയങ്ങൾ കൂടുതലായിട്ട് പഠിച്ചത് കൊണ്ട് അവർക്ക് അതിൽ കുറെ ഇൻസൈറ്റ്സ് തരാൻ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള യുക്തിവാദികൾ, ഈ ട്രാപ്പിൽ വീണ്ടുള്ള യുക്തിവാദികൾ, സോക്കോൾ ലെഫ്റ്റിസ്റ്റുകൾ ആ ഒരു എക്കോ ചേമ്പറിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് പുറത്തുള്ള ആശയങ്ങൾ അവർ അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ കേൾക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷെ ഈ കുറെ മില്ലനിയൽസ് ഒക്കെ പിന്നെ ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അവരെ പിന്നെ ഈ പറഞ്ഞ പോലെ നാസികളായിട്ടും റൈറ്റിംഗ് ആയിട്ടും എക്സ്ട്രീം റൈറ്റിംഗ് ആയിട്ട് മുദ്ര കുത്തിയപ്പോൾ അവർക്കൊരു തിരിച്ചറിവ് വന്നിട്ട് അങ്ങനെ മാറിയിട്ടുണ്ട്. അങ്ങനെ മാറിയ ഒരു ഗ്രൂപ്പാണ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാനൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ കോൺസ്റ്റന്റൈൻ ഗിസിൻ എന്ന് പറയുന്ന ആള് എന്താണ് ചെയ്യല്. ഇതേപോലെ തന്നെയാണ് പിന്നെ ഞാനും ഈ ലെഫ്റ്റ് വിങ് ആയിരുന്ന സമയത്ത് ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ നമ്മളെ ഇസ്ലാമോഫോബിയൊക്കെ ചാർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ തിരിച്ചറിവ് കൊണ്ട് മാറി വന്നിട്ടുണ്ട്. അത് ഒരുപക്ഷെ ആരിഫും അങ്ങനെ ഒരു മാറി വന്ന ഒരാളാണ്. അത് ഇന്ന് ലെഫ്റ്റ് വിങ് ആയിരുന്ന ആൾക്കാർ പലസ്തീൻ വിഷയത്തിൽ ചോദ്യം ചോദിച്ചുകൊണ്ടും ഇസ്രായേലിന് 1200 പേരെ കൊന്നത് തെറ്റാണെന്ന് പറഞ്ഞതുകൊണ്ടും നാളെ തീവ്ര വലതുപക്ഷമായി മാറുകയാണ്. അപ്പൊ ഈ ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് എന്ന് പറയുന്നതിന് ഒരു റൂൾസാണ്. അതാണ് ഇതിലുള്ള ഒരു വലിയൊരു കോമഡി എന്ന് പറയുന്നത്. രാഷ്ട്രീയം എന്ന് പറയുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ഒരു സംഭവമാണ്. അതിനൊരു ബൈനറീസിലോ ട്രൈനറീസിലോ ഒന്നും ഒതുക്കാൻ പറ്റുന്ന സംഭവമല്ല. ലെഫ്റ്റ് റൈറ്റ് സെന്റർ എന്ന് പറഞ്ഞിട്ടൊന്നും ഒതുക്കാൻ പറ്റുന്ന സംഗതിയല്ല. അങ്ങനെ ഒതുക്കുന്നത് തന്നെയാണ് ഈ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിന്റെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. സൽമാൻ പറഞ്ഞല്ലോ, സൽമാൻ 5 വർഷമായി ഇസ്ലാം ഉപേക്ഷിച്ചു. അപ്പൊ സൽമാൻ ഇസ്ലാം ഉപേക്ഷിക്കുമ്പോൾ ഇമോഷണലി അബാൻഡൻ ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ടുള്ളതും എന്നാൽ ഇന്റലക്ച്വലി അബാൻഡൻ ചെയ്യാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതായിട്ടുള്ള ബിലീഫ് എന്തായിരുന്നു ഇസ്ലാമില്? അതായത് എനിക്ക് ഇസ്ലാം വിട്ടപ്പോ ഇസ്ലാമിന്റെ ആശയങ്ങൾ പലതും ഉൾക്കൊള്ളാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ നമ്മൾ മതം വിടുന്നത്. അപ്പോ ഞാന് മതം വിടാൻ പല ഇസ്ലാമിലെ പല വിഷയങ്ങളുണ്ട്. എന്നെ ഈ അള്ളാഹു എന്നുള്ള ദൈവം, ആ ദൈവത്തിന്റെ ചിന്താഗതി, ആ ദൈവം എന്നുള്ള സങ്കല്പം എൻ്റെ മുന്നിൽ പൊളിഞ്ഞപ്പോഴാണ് മൊത്തത്തിൽ പൊളിയുന്നത്. കാരണം ആ ദൈവം എന്നുള്ള സങ്കല്പം പൊളിഞ്ഞപ്പോൾ ഉള്ളിലുള്ള മൊത്തത്തിലുള്ള കോഗ്നേറ്റീവ് ഡിസണൻസ് പുറത്തു വരികയാണ്. കാരണം അതുവരെ നമ്മളെ പിടിച്ചു നിർത്തിയിരുന്നത് അങ്ങനെ ഒരു ദൈവം ഉണ്ട്, ആ ദൈവം പറയുന്നതൊക്കെ ശരിയാണ്, അല്ലാതെ ദൈവം പറയുന്ന പോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, ദൈവം സൃഷ്ടിച്ചല്ല എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു. ആ ദൈവത്തിന്റെ ചിന്താഗതി പൊളിഞ്ഞപ്പോൾ മൊത്തത്തിലുള്ള ഉള്ളിൽ നിന്നുള്ള സാധനങ്ങൾ പുറത്തു വരികയാണ്. പക്ഷെ അത് പൊളിയാനുള്ള കാരണം ഈ പിന്നെ ഇസ്ലാമിന്റെ തന്നെ ആന്റൈ ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള സംഭവങ്ങളാണ്. മനുഷ്യത്വത്തിനെതിരായിട്ടുള്ള സംഭവങ്ങളാണ്, ആന്റൈ ഹ്യൂമൻ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറെ ആശയങ്ങളുണ്ട്. അതായത് ഈ കാഫിറുകളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലുക, ഈ കാഫിറുകളെ പിന്നെ കാഫിറുമായിട്ട് കൂട്ടുകൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഖുറാനിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പോ അങ്ങനത്തെ കുറച്ച് ആശയങ്ങൾ, കാഫിർ നജസാണ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ. അപ്പോൾ അങ്ങേയറ്റം അവരോടുള്ള വെറുപ്പ്. പക്ഷെ എൻ്റെ സുഹൃത്തു വലയങ്ങളിൽ അധികം പേരും ഹിന്ദുസും ക്രിസ്ത്യൻസും ആണ്. മുസ്ലിങ്ങളെ സഹായിച്ചതിനേക്കാളും കൂടുതൽ അവരെന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ നരകത്ത് പോവാന്ന് പറയുന്നതും അവരെ വെറുക്കാന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. അപ്പോ പിന്നെ
അപ്പൊ അതൊക്കെ വിടുന്നോണ്ട് തന്നെ ഭയങ്കര സമാധാനം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അങ്ങനത്തെ ഒരു ദൈവം ഇല്ലല്ലോ എന്ന് എനിക്ക് സമാധാനമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഒരു ദൈവം ഇല്ല എന്നുള്ള വിചാരിക്കാൻ കാരണം ആ ദൈവം എന്നുള്ള സംഭവം ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ഇൻകോഹറൻസ് ആണ്. ഖുറാനിൽ പല ആശയങ്ങൾക്കും പിന്നെ ഖുറാനിലൊരു ഡെഫിനറ്റ് സ്ട്രക്ചർ ഇല്ല. കുറെ റെപ്പിറ്റേഷൻസ് ആണ്. ആഡ് നൗസിയം എന്ന് പറയുന്ന സംഭവമാണ്. റിപ്പീറ്റ് ചെയ്ത് പിന്നെ ആളെ വെറുപ്പിക്കുന്ന ഒരു പുസ്തകമാണ് ഖുറാൻ. പിന്നെ പല സാധനങ്ങൾക്കും ഒരു ഒരു എന്താ പറയുക, ലോജിക്കലായിട്ടുള്ള ഒരു ഫ്ലോ ഇല്ല ആ പുസ്തകത്തിന്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കുറെ സാധനങ്ങൾ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഖുറാനിൽ പറഞ്ഞിട്ടുള്ള ദൈവം എന്ന് പറയുന്നത് വദൂദാണ്, ഒബ്നി ബെനവലന്റ്, ഭയങ്കര അതിരറ്റ് സ്നേഹമുള്ള ഒരു സംഭവമാണ്. അലീമാണ്, എല്ലാം അറിയുന്ന ആളാണ്, ഒംനിസിയന്റ്. പിന്നെ ഒംനി പൊട്ടന്റ് ആണ്, ജബ്ബാർ അൽ മുതകബ്ബിർ എന്നൊക്കെ പറയുന്ന പിന്നെ കുറെ ആയത്തുകളുണ്ട്. അള്ളാഹുവിന്റെ 99 പേരുകളിലും പലതും സൂചിപ്പിക്കുന്ന ഈ 3 ഗുണങ്ങളുമാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ദൈവം എന്തിനാണ്, എന്താ പറയാ, ഇങ്ങനത്തെ ഒരു ദൈവം എന്തിനാണ് നരകത്തിലിട്ട് നശിപ്പിക്കാനായിട്ട് കുറെ മനുഷ്യരെ ഹിന്ദുസും ക്രിസ്ത്യൻസിനെ ജനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കാഫിറുകളെ ജനിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ദൈവം ഒംനിപൊട്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾ ഒംനി ബെനവലന്റ് ആയിരിക്കില്ല. ഇനി അങ്ങനത്തെ ഒരു ദൈവം ഒംനി ബെനവലന്റ് ആണെന്നുണ്ടെങ്കിൽ ഒംനി പൊട്ടന്റ് ആയിരിക്കില്ല. സ്നേഹമുള്ള ദൈവമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മുസ്ലിങ്ങളായിട്ട് ജനിപ്പിക്കുകയുള്ളൂ. എല്ലാത്തിനും കഴിവുള്ള ദൈവമാണെന്നുണ്ടെങ്കിൽ, എല്ലാത്തിനും സ്നേഹവും എല്ലാത്തിനും കഴിവുള്ള ദൈവമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും മുസ്ലിങ്ങളായിട്ട് ജനിപ്പിക്കും. പക്ഷെ ഇയാള് ഇതാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ പലരെയും പിന്നെ നരകത്തിലിടാൻ വേണ്ടി ജനിപ്പിച്ചിട്ടുമുണ്ട്, ഒംനി ബെനവലന്റ് എന്ന് പറഞ്ഞിട്ടും. അവിടെ ഒരു സ്പാർക്ക് വരികയാണ്, ഒരു കോഗ്നിറ്റീവ് ഡിസോണൻസ് വരികയാണ്. പുള്ളിക്കാരൻ പറഞ്ഞ പേരുകൾക്ക് എതിരാണ് പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ അങ്ങനെ എല്ലാം അറിയുന്നൊരു ദൈവമാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മുസ്ലിങ്ങൾ പറയുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിവ് കൊടുക്കാത്തതുകൊണ്ടാണ്, അവർക്ക് നമ്മളെ പ്രബോധനം എത്തിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ ഇത് വിശ്വസിച്ച് നടക്കുന്നത് നമ്മൾ ജനിച്ചു വളർന്നുകൊണ്ടല്ലേ. ഇപ്പൊ ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചാൽ തന്നെ ഇസ്ലാം വാളുകൊണ്ടാണ് അധിക പേരെയും കീഴ്പ്പെടുത്തില്ല. ഇസ്ലാം അറിഞ്ഞുകൊണ്ടല്ല, വാളുകൊണ്ടും പിന്നെ പ്രലോഭനങ്ങളിലൂടെയും, അധികം വാളുകൊണ്ടാണ് മാറ്റിയിട്ടുള്ളത്. അപ്പോ അപ്പോ ഇപ്പൊ എന്നിട്ട് വാളുകൊണ്ടാണ് അപ്പൊ മാറ്റേണ്ടതെന്നാണോ പറയുന്നത്? ഈ അതിരറ്റ് സ്നേഹമുള്ള ദൈവം എങ്ങനെയാണ് ഈ വാളുകൊണ്ട് മാറ്റാൻ വേണ്ടി ശിഷ്യന്മാരെ, അതാണ്. എന്നിട്ട് ഇതേ ദൈവം ഒമ്നിപൊട്ടന്റ് പറയുന്നുണ്ട്. പിന്നെ എന്തിനാ വാളുകൊണ്ട് പിന്നെ ഇവരെ മാറ്റാൻ വേണ്ടി നോക്കുന്നത് ശിഷ്യന്മാരെ? ഓംനിപൊട്ടനായിട്ടുള്ള ദൈവം വാളിനെ അതിരറ്റ് സ്നേഹിക്കുന്നുണ്ടാവും. അത് ആ ഒരു ലോജിക് യൂസ് ചെയ്ത് മാത്രമേ ഇത് പറയുന്നതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ ആൾക്കാർ ക്രിസ്ത്യാനികളും ഹിന്ദുസായിട്ട് ജനിക്കുന്നു എന്ന് ഈ ദൈവത്തിന് അറിഞ്ഞിട്ടും ദൈവം വീണ്ടും സൃഷ്ടിക്കുകയാണ്, എന്നിട്ടാണ് ഒമ്നിസിയന്റ് ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ദൈവമല്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അതൊരു മെഗാലോമീനിയക്കാണ്, ഒരു സാഡിസ്റ്റ് ആയിട്ടുള്ള ഒരു മെഗാലോമീനിയക്കാണ്. ഹിറ്റ്ലറിനെ പോലെയുള്ള, മുസോളിനെ പോലെയുള്ള, സ്റ്റാലിനെ പോലെയുള്ള ഒരു ദൈവമാണ്. അല്ലാതെ ഒരു മനുഷ്യനാണ്, അതൊരു ദൈവമാവില്ല എന്നുള്ള ഒരു സ്പാർക്കാണ് എന്നെ മൊത്തത്തിൽ മാറ്റി ഉലച്ചത്. പിന്നീട് അങ്ങോട്ട് ഓരോ കാര്യങ്ങൾ അറിയും തോറും ഇതിനെ വെറുക്കാൻ തുടങ്ങുകയാണ് ഞാൻ. നീ വിശ്വാസി ആയിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ ഉള്ളിൽ ഈ സൂറത്തുൽ തൗബ എന്ന് പറയുന്ന സൂറത്ത് വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് ആട്ടി ഉലച്ചിട്ടുണ്ടായിരുന്നു. അതേമാതിരി ഖുറാനിലുള്ള പിന്നെ ഈ കാഫിറുകളായിട്ട് കൂട്ടുവിടാൻ പാടില്ല എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പിടിച്ചുലച്ചിട്ടുണ്ടായിരുന്നു. അതായത് പ്രത്യേകിച്ച് സൂറത്തുൽ തൗബയാണ് എന്നെ പിടിച്ചുലച്ചിരുന്നത്. പക്ഷെ സൂറത്തുൽ തൗബ തന്നെയാണ് ഞാൻ മതം വിടാൻ കാരണം അതിന്റെ വെറുപ്പ് ഭയങ്കര എക്സ്പ്ലിസിറ്റ് ആയിരുന്നു. അപ്പൊ ഇതായിട്ട് കൂട്ടി നടക്കുമ്പോഴാണ് ഞാൻ വിടുന്നത്. അപ്പൊ കുറെ സമാധാനം ഉണ്ടായിട്ടുണ്ട്. പിന്നെ വിട്ടപ്പോ സങ്കടം ഉണ്ടായിട്ടോ ചോദിച്ചു കഴിഞ്ഞാല് ഇസ്ലാമിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാരണം ഇത് ഇങ്ങനത്തെ ഒരു ആശയം കൊണ്ടുനടക്കുന്നതിനേക്കാളും സുഖം അതില്ലാതിരിക്കണത്. എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? കമ്മ്യൂണിറ്റി ഫീലിംഗ് അല്ലെങ്കിൽ ഒരു സെർട്ടനിറ്റി, അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ഒരു പ്രോസസ്സ് മിസ് ചെയ്യുന്നുണ്ടോ മുസ്ലിം ആയിരുന്ന സമയത്തുള്ള കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും? അതിപ്പോ ഇസ്ലാം എന്നുള്ള ആശയം, പിന്നെ ഇസ്ലാം എന്നുള്ള ആശയം വിട്ടത് കൊണ്ടുള്ള സമാധാനങ്ങൾക്കിടയിൽ ഇസ്ലാം എന്നുള്ള ആശയം കൊണ്ട് കുറെ ആൾക്കാരെ ഇത് ബന്ധിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. കുറെ ആൾക്കാരെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്ത് ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിലായിട്ട് ഒരു കുമിള പോലത്തെ ലോകത്ത് അവരെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്.
അപ്പോ അതിന്റെ ഉള്ളിലുള്ള ആൾക്കാർ പരസ്പരം സഹായിച്ച് പിന്നെ അപ്പൊ അവരുടെ ചിന്താഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വൃത്തികെട്ട സാധനങ്ങളും അവര് മാത്രം പുണ്യ സാധനങ്ങളാണെന്നുള്ളതാണ്. അപ്പൊ ആ പുണ്യ സാധനങ്ങള് പിന്നെ അപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ, ആ ഒരു ഇൻ ഗ്രൂപ്പിൽ ജനിച്ചു വളർന്ന ആയതുകൊണ്ട്, ആ ഗ്രൂപ്പിൽ വളർന്നതായതുകൊണ്ട് എനിക്ക് പുറത്തുള്ള കമ്മ്യൂണിറ്റികളായിട്ടൊന്നും, നമ്മുടെ ഫാമിലി ആയിരിക്കുമല്ലോ നമുക്ക് തുടക്കം. കാരണം നമ്മൾ ജനിച്ചു വളർത്തിയതും ഒക്കെ ഫാമിലിയാണ്. അപ്പൊ നമ്മുടെ പ്രൈമറി വേൾഡ് എന്ന് പറയുന്നത് ഫാമിലിയാണ്. അപ്പൊ ആ ഫാമിലി ഈ മതം കാരണം പിന്നെ നമുക്ക് ഏറെക്കുറെ നഷ്ടമായിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ അപ്പോൾ അത് കമ്മ്യൂണിറ്റി ഫീലിംഗ്, അത് പിന്നെ റിലീജിയസിന് സെക്കൻഡറി ആയിട്ട് വരുന്നൊരു സംഭവമാണ്. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചോളം അത് പ്രൈമറിയാണ്. സൽമാൻ എന്നോട് പേഴ്സണലി ഷെയർ ചെയ്ത കാര്യങ്ങളാണെങ്കിൽ സൽമാൻ ഒരുപാട് പേഴ്സണൽ ബാക്ക്ലാഷ് വന്നിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് അഡ്വേഴ്സ് ഇവന്റ്സ് വന്നിരുന്നു ഈ മതം വിട്ടത് പുറത്ത് പറഞ്ഞത് കാരണം. ഇപ്പൊ ഞാൻ തന്നെ ഫസ്റ്റ് സൽമാൻ അപ്രോച്ച് ചെയ്തപ്പം സൽമാൻ ഓക്കെ എന്തൊരു ട്രബിൾ ആണെന്നാണ് ഫസ്റ്റ് വിചാരിച്ചത്. കാരണം നമ്മൾ ഡിസ്ട്രസ്ഡ് ആണ് അല്ലേ എല്ലാവരോടും, ഇങ്ങനത്തെ ഒരു പുറത്ത് പറയുമ്പോൾ ആരെ എപ്പോഴാ പണി തരാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഇത്രയും ബാക്ക്ലാഷിന് ഇടക്കും എന്തുകൊണ്ടാണ് സൽമാൻ വീണ്ടും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറത്ത് സംസാരിക്കുന്നത്? ചിലപ്പം ആങ്കർ ആണോ, അതോ ഹോപ്പ് ആണോ, അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി ആണോ? എന്തുകൊണ്ടാണ് സൽമാൻ ഇങ്ങനെ പ്രതികരിക്കുന്നത്? എനിക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എനിക്ക് ചെറുപ്പത്തിലുള്ള പ്രശ്നം അത് തന്നെയാണ്. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഈ കൗമാരപ്രായത്തില് എന്നെ ഹിന്ദുസിനെ സ്കൂളിൽ ചെന്ന് ചേർത്തിയപ്പോൾ ഞാൻ അടിപിടിയാക്കിന്ന്. അന്ന് ആ കുട്ടി അടിപിടി ഉണ്ടാക്കാൻ കാരണം, ആ കുട്ടി പാരൻസിനായിട്ട് അടി ഉണ്ടായി കഴിഞ്ഞാൽ മനസമാധാനം ഉണ്ടാവില്ല എന്നറിഞ്ഞിട്ടും അത്രയും കാലം ഇഷ്ടപ്പെട്ട് പിന്നെ ഫ്രണ്ട്സിലെ പോലെ നടന്നിരുന്ന പാരൻസിനോട് വരെ ആ കുട്ടി അടിപിടി ഉണ്ടാക്കിയത് ആ കുട്ടിക്ക് ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണ്. ആ കുട്ടി വിശ്വസിക്കുന്ന ആശയത്തിനോട് ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണ്. അതേ കുട്ടി എന്താ പറയുക, വളർന്നു വലുതായി ഇത് തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അങ്ങനത്തെ ഒരു ആശയത്തിനോട്, ആ ആശയം നമ്മൾ ഇത്രയും കാലം ഇട്ട് ഇടങ്ങേറാക്കി നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇനി ആ ശാപത്തിൽ ഇനി വേറെ ആരും വീഴരുത് എന്നുള്ള ഒരു അതിയായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിതിനെ വിമർശിക്കുന്നത്. ആ ഒരു ശപിക്കപ്പെട്ട നാറാണത്ത് ഭ്രാന്തനെ പോലെയുള്ള ഒരു ജന്മാണ്. അപ്പൊ നാറാണത്ത് ഭ്രാന്തൻ ഒരു ഭ്രാന്തനാണ്. ആ ഭ്രാന്തൻ പക്ഷെ ആ ഭ്രാന്തന് സംഭവിച്ച ശാപത്തിനെ പറ്റി ലോകത്തിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കല്ല് ഉരുട്ടി മേലോട്ട് കയറ്റും താഴോട്ട് ഇറക്കി വിടുന്നു, കൊണ്ട് കല്ലിലോട്ട് ഇറക്കി കയറ്റുന്നു താഴോട്ട് ഇറക്കി വിടുന്ന സംഭവം. അതേപോലത്തെ ഒരു ഭ്രാന്തനാണ് ഞാൻ. അപ്പോ ഈ ശാപത്തിൽ ആരും പെടാതിരിക്കാൻ വേണ്ടി ആ ലോകത്തിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ശരിക്കും അത് പറയാതിരുന്നു കഴിഞ്ഞാലാണ് എനിക്ക് ഗുണങ്ങൾ ഉണ്ടാവുക. ഞാൻ പറച്ചിൽ തുടങ്ങിയ സമയത്തും അതിന് മുന്നേ ആയിട്ടും പറച്ചിൽ പബ്ലിക്കായ സമയത്ത് പല ഓഫേഴ്സും വന്നിട്ടുണ്ടായിരുന്നു, ഫിനാൻഷ്യലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, സംഘടനകളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ത്രെറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താ പറയാ, പിന്നെ ത്രെറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്കെന്താ, അപ്പൊ ഞാൻ എന്നോട് പൈസ വാഗ്ദാനം ചെയ്ത ആൾക്കാരോട് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എൻ്റെ ചരിത്രം അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഗ്ദാനം ചെയ്യൂല. കാരണം ഒരിക്കലും ഞാൻ പൈസക്ക് പിന്നാലെ ഞാൻ ഓടിയിട്ടില്ല എന്നാണ് ഞാൻ അവരോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു സംഭവം. പിന്നീട് ത്രെറ്റ്സ് ആണ് അധികം. പിന്നെ ഈ പറഞ്ഞതുപോലുള്ള കുറെ ത്രെറ്റുകൾ, കുടുംബത്തിനെ വെച്ചിട്ട് വിലപേശുന്ന പരിപാടികൾ, അങ്ങനത്തെ കുറച്ച് കുടുംബത്തിനെ വെച്ച് വിലപേശുന്ന പരിപാടികൾ, അങ്ങനത്തെ കുറച്ച് ത്രെറ്റ്സും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്കെന്താ പറയാ, നമുക്ക് ഈ ഒരു ശപിക്കപ്പെട്ട ഒരു ജന്മമാണ്. ഒരു എക്സ് മുസ്ലിമിനെ സംബന്ധിച്ചുള്ള ഒരു ശപിക്കപ്പെട്ട ജന്മമാണ്. അത് ശരിക്കും മനസ്സിലായത് കൊണ്ടാണ് ആരിഫ് ഒന്നും എത്ര ആൾക്കാർ ഈ അടങ്ങാറാക്കിയിട്ടും തിരിച്ചൊന്നും അത് വിടാത്തത്. അത് പുള്ളിക്കാരൻ ഒരു തമാശ രീതിയിൽ അത് പുറത്ത് കാണിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് വേറെ ലെവലിലോട്ട് പുള്ളിക്കാരൻ മാറിയിട്ടുണ്ട്. നമ്മളൊക്കെ ഇനി അത് മാറേണ്ടിയിരിക്കുന്നു ആ ലെവലിലോട്ട്. നമ്മളെ വേദനകളെ നമ്മൾ തമാശ രീതിയിൽ കാണിക്കുന്ന ഒരു ലെവലിലോട്ട്. അത് ചാർലി ചാപ്ലിൻ അങ്ങനെ കൊമേഡിയൻ ആയതെന്നുള്ളതാണ് പുള്ളിക്കാരന്റെ ചരിത്രം പറയുന്നത്. ഈ ജൂതന്മാരുടെ ചരിത്രത്തിലും അങ്ങനെ കുറെ കോമേഡിയൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മൾ ശപിക്കപ്പെട്ട ജന്മങ്ങളായതുകൊണ്ട് നമുക്ക് ഇതല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ആ ആത്മാർത്ഥത ഉള്ളത് കൊണ്ട് തന്നെ
എന്തോ അത് എൻ്റെ പിന്നെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതുള്ളത് കൊണ്ട് എനിക്ക് ഇത് തെറ്റ് ചെയ്തുകൊണ്ട് അതിനുള്ളിൽ ഇരിക്കാൻ പറ്റുന്നില്ല, അഭിനയിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ എനിക്ക് എന്താ പറയാ, എന്നോട് പറഞ്ഞ് മതം വിട്ട, ഞാൻ 5 വർഷം മുന്നേ മതം വിട്ടിട്ടുണ്ടായിരുന്നു. മതം വിട്ട സമയത്ത് പിന്നെ ഞാനിത് കുടുംബക്കാരെ മുന്നിലും ഒക്കെ പോയി ഇത് അവതരിപ്പിച്ചതാണ്. അപ്പൊ അന്നേ എനിക്ക് കിട്ടേണ്ടത് കിട്ടിയതാണ്. പിന്നെ ഇപ്പൊ കഴിഞ്ഞ 1 വർഷം ഇത് പബ്ലിക്കായി പറഞ്ഞ സമയത്ത് കുറച്ച് പബ്ലിക് ആയതുകൊണ്ട് ഉണ്ടായ കുറച്ച് ബാക്ക്ലാഷസേ ഉള്ളൂ. മറിച്ച് പിന്നെ കുടുംബത്തിൽ നിന്നൊക്കെ ഉണ്ടാവേണ്ട ബാക്ക്ലാഷസ് അന്നേ ഉണ്ടായതാണ്. അപ്പോ ഒരു ഫസ്റ്റ് സ്റ്റേജ് അന്നേ തീർന്നതാണ്. പിന്നെ ഇപ്പൊ അതിന്റെ 2ാം ഭാഗം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഇപ്പൊ കുറെ എല്ലാ മുസ്ലിങ്ങളും പറയുന്ന പോലെ തന്നെ ഓസ്ട്രസൈസേഷൻ ഉണ്ടാവും. സമൂഹത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്നൊക്കെ പുറത്താക്കപ്പെടും. അപ്പോൾ അതേപോലെ തന്നെ മൊത്തത്തിലുള്ളൊരു എന്താ പറയാ, ഒരു ഓസ്ട്രസൈസേഷൻ അന്നേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിന്റെ കുറച്ചും കൂടി ഒരു വലിയ വേർഷൻ ഇപ്പൊ പബ്ലിക് ആയപ്പോൾ ഉണ്ടായിരുന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടും മതത്തിൽ നിൽക്കുന്നത് തന്നെയാണ് ഏറ്റവും ഗുണകരമായ കാര്യം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. കാരണം മതം വിട്ട് കഴിഞ്ഞാൽ കൊന്നുകളയുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ റഹിഷാന്റെ കേസിൽ ഒരു ഉസ്താദ് വീട്ടിൽ വന്നിട്ട് പറഞ്ഞത്, നമ്മൾ ഇന്ത്യയിലായതുകൊണ്ട് ഇവനെ കൊല്ലാൻ പറ്റില്ല, ഇവനെ വീടിന്ന് പുറത്താക്കിയാലും ചെയ്യണമെന്നാ പറഞ്ഞു. അപ്പൊ അതേപോലെ നമ്മളെ പലരെയും വീട്ടുകളിലും ഉണ്ടായിട്ടുണ്ട്, വീടിന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇത് ഒരു എന്താ പറയാ, നമുക്കൊരു ശാപം നമ്മളിങ്ങനെ കൊണ്ടെടുക്കണം. അത് പുറത്ത് നമ്മളെ ഈ ആത്മാർത്ഥത കൊണ്ട്, നമ്മുടെ ഈ മനസാക്ഷി കുത്ത് നമുക്ക് പിന്നെ കൊണ്ടെടുക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളിത് ഇങ്ങനെ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കും. ഇനി ഒരു കുട്ടിയും ഇപ്പോൾ ഞാന് ഒരു ഭയങ്കര എന്താ പറയാ, നമ്മുടെ ഈ ഇസ്ലാമിലെ സംസ്കാരങ്ങൾ കൊണ്ട് ഇപ്പൊ നോമ്പെടുക്കുന്ന പോലത്തെ വെള്ളം കൂടി എടുക്കാണ്ട് നോമ്പെടുക്കുന്നു, നേരമില്ലാത്ത നേരത്ത് ഭക്ഷണം കഴിച്ച് നോമ്പെടുക്കുന്നു, അത് കഴിഞ്ഞിട്ട് കുറെ നേരം ഭക്ഷണം കഴിക്കാതെ ഇരുന്നിട്ട് ഒരു ബിഞ്ച് ഈറ്റിംഗ് നടത്തുന്നു. ആ ബിഞ്ച് ഈറ്റിങ്ങിന്റെ സമയത്ത് പാലും എണ്ണ പലഹാരങ്ങളും ഒക്കെ കൂടി ഒറ്റയടിക്ക് അടിച്ചു കയറ്റുന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു ബിഞ്ച് ഈറ്റിംഗ് കാരണം ഹെറിഡിറ്ററി ആയിട്ട്, ജനറ്റിക് ആയിട്ട് IBS ഉള്ള ആൾക്കാരുണ്ട്, ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ് ഉള്ള, ഇൻഫ്ലമേറ്ററി ഇറിറ്റബിൾ ബൗൾ ഡിസീസ് ഉള്ള ഇവരുടെ എണ്ണം കേരളത്തിൽ, അപ്പൊ ലോകമെമ്പാടുള്ള റിപ്പോർട്ട് എടുക്കാത്തതുകൊണ്ടാണ് കേരളത്തിൽ ഇവരുടെ IBS പേഷ്യൻസിന്റെ എണ്ണം കൂടുന്നുണ്ട്. പിന്നെ നോമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ വരുന്ന ആൾക്കാരെ, ഗ്യാസ്ട്രോഇന്റെസ്റ്റിനൽ ഇഷ്യൂസ് ആയിട്ട് വരുന്ന ആൾക്കാരെ എണ്ണം കൂടും. അതിന് കാരണം ഇസ്ലാമിലുള്ള കുറേ പേര് IBS പേഷ്യൻസ് ആണ്. അവർ ഈ മതം നിഷ്കർഷിക്കുന്നതുകൊണ്ട് നിർബന്ധിച്ച് നോമ്പെടുപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. എനിക്കൊക്കെ നോമ്പെടുത്തിട്ട് പിന്നെ എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത് കിടക്കേന്ന് എണീക്കാൻ പറ്റുന്നില്ല, എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ തല ഇറങ്ങി വീഴും. എന്നിട്ട് നോമ്പെടുത്തിട്ടുണ്ട്, എന്നിട്ട് ബൗവൽസിലുള്ള നിയന്ത്രണം വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ടൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ IBS ഉള്ള, ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം ഉള്ള കുറെ കുട്ടികൾ ഇസ്ലാമിൽ ജനിച്ചു വീഴുന്നുണ്ട്. അതിനുവേണ്ട ട്രീറ്റ്മെന്റ് അവർ എടുക്കുന്നില്ല. കാരണം ഡോക്ടർമാർ അറാമായതുകൊണ്ട് സൈക്കോളജിസ്റ്റുകളെ കാണിക്കാൻ പാടില്ല. ഈ മാനസിക പിരിമുറുക്കത്തിന് കാരണം അള്ളാഹുവിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് വിശ്വാസികൾ. അതിന് എത്ര പ്രോഗ്രസീവ് ആണെങ്കിലും, എത്ര പ്രോഗ്രസീവ് ആയിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാരാണെങ്കിലും ഇതന്നെ പറഞ്ഞു നടക്കണം. അപ്പൊ അങ്ങനത്തെ കുറെ IBS മാനസിക പിരിമുറുക്കൊക്കെ ആയിട്ട് ജീവിച്ച ഒരാളാണ് ഞാനും, ഈ മതം കാരണം. അപ്പൊ ഇത് ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ വേറൊരു കുട്ടിക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പം തൊട്ടേ അങ്ങനത്തെ ഒരു പെർവേർട്ടഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നോമ്പ്, പിന്നെ റമദാൻ മാസത്തിലെ നോമ്പ്, ബിഞ്ച് ഈറ്റിംഗ്, അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ, ചെറുപ്പത്തിൽ ഈ പറഞ്ഞ പോലെ സൈക്കാട്രിസ്റ്റുകളെ കൊണ്ടുപോയി കാണിച്ച് മാനസിക പിരിമുറുക്കമുള്ള പ്രശ്നങ്ങൾ തീർത്തിരുന്നെങ്കിൽ, ഇപ്പോൾ ടീനേജിൽ ഉണ്ടായിരുന്ന പിരിമുറുക്കത്തിന് കാരണം, ഇപ്പൊ ടീനേജിൽ ഇപ്പോൾ ഞാൻ മാതാപിതാക്കൾക്ക് എതിർത്തപ്പോൾ എനിക്ക് ഭയങ്കര രസമുള്ള കാര്യമായിരുന്നു എന്നായിരുന്നു പലർക്കുള്ള വിചാരം. ഇതിപ്പോ ഒരു കുട്ടിയും മാതാപിതാക്കളെ എതിർക്കുന്നത് എനിക്ക് തോന്നുന്നില്ല അത് രസം കൊണ്ടാണ് എതിർക്കുന്നത് എന്നുള്ളത്. ആ ഹോർമോണൽ സാധനങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ഇതാണ്. പിന്നെ സ്വന്തമായിട്ടുള്ള ഒരു വേൾഡ് വ്യൂ അന്നുണ്ടാവും, ഈ ടീനേജിൽ ഉണ്ടാവും. അപ്പോൾ ഒരു എതിർപ്പിന്റെ ഒരു വശം അവിടെ വരും. എന്നെ സംബന്ധിച്ചോളം എനിക്ക് കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല, പിന്നെ കാരണം കൂട്ടുകാരും ഉണ്ടായിരുന്നില്ല, ഈ പിന്നെ വീട്ടുകാരും ഉണ്ടായിരുന്നില്ല, കുടുംബം ഉണ്ടായിരുന്നില്ല, അതൊരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് എന്നിട്ട് ഒരു എന്താ പറയുക, ഒരു
സെൽഫ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ആയിരുന്നു ടീനേജ് കാലഘട്ടത്തിൽ എനിക്ക് ഉണ്ടായിരുന്നത്. നമ്മളൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ ഈ മരിച്ചു പോരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിരുന്ന കാലഘട്ടമായിരുന്നു. അത് മറ്റേ റിലീജിയസ് ട്രോമ കാരണമാണോ അതോ വേറെ ഇഷ്യൂസ് ആണോ? റിലീജിയനിലുള്ള കോഗ്നിറ്റീവ് ഡിസോണൻസ്, അത് പിന്നെ ഫാമിലി ആയിട്ടുണ്ടായിട്ടുള്ള അടിപിടി, അത് ഫാമിലിയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അത് കാരണം ഓൾറെഡി IBS ഉള്ള ഒരു കുട്ടി അതിന്റെ ഹെൽത്ത് വീണ്ടും വേഴ്സ് ആവുകയാണ്. പിന്നെ വയറിൽ ഭയങ്കരമായിട്ടുള്ള അബ്ഡോമിനൽ പെയിൻ വരുന്നു, അൾസറേഷൻസ് വരുന്നു. പിന്നീട് അത് 18-ാം വയസ്സിൽ അൾസറേഷൻസ് ആണെന്ന് പിന്നെ കൊളനോസ്കോപ്പി വഴി കണ്ടെത്തുന്നു. അത് പിന്നീട് അത് എന്താ പറയുക, വീണ്ടും കുറച്ചു കാലം കഴിയുമ്പോൾ അത് വീണ്ടും ഇങ്ങനെ അത് വെച്ചിട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും അത് മൂർച്ഛിക്കുമ്പോൾ വീണ്ടും കൊണ്ടേ കാണിക്കുമ്പോൾ വീണ്ടും വേറെ പല സ്ഥലങ്ങളിൽ ഇൻഫർമേഷൻസ് കാണുന്നു. അതിപ്പോ ഇങ്ങനെ സൈക്ലിക്കായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വെറും ഒരു വയറിന് കുറച്ച് പ്രശ്നങ്ങൾ, സെൻസിറ്റീവ് ആയിരുന്ന ഒരാള് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം എന്നുള്ള ഒരു ലെവലിലോട്ട് മാറുന്നു. അതാണെന്ന് സ്ഥിരീകരിക്കുന്നു. പിന്നെ അൾസറേഷൻസ് ഉണ്ടാവുന്നു, ഇൻഫ്ലമേഷൻസ് ഉണ്ടാവുന്നു. ആരോഗ്യം വീണ്ടും വീണ്ടും മോശമായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളതിന് പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നു, അന്ന് എൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നമുക്ക് എന്താ പറയാ, മതം തെറ്റാൻ നമ്മൾ മനസ്സിലാക്കി. നമുക്ക് സ്വന്തമായിട്ട് ഇപ്പൊ വരുമാനമുണ്ട്, നമുക്ക് സ്വന്തമായിട്ടൊരു ലെവലിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോ എന്താ പറയാ, അന്നുള്ളതിനേക്കാളും എത്ര സുഖമുള്ള കാലഘട്ടമാണ് ഇപ്പൊ എനിക്കുള്ളത്. അന്നായിരുന്നു ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ച കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ പിന്നെ കൗമാരക്കാലാണ്. ആ ഒരു കാലഘട്ടത്തിന്റെ അത്ര ഇന്നിപ്പോ മതം വിട്ടിട്ട് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്നും അന്ന് ഞാൻ അനുഭവിച്ച അത്ര ഒന്നും ഇല്ല ഇതൊന്നും. അപ്പൊ അന്ന് അത്രയും അനുഭവിച്ചിട്ട് ഞാൻ ജീവിച്ചിരുന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതൊന്നും എനിക്ക് വലിയ പ്രശ്നമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോ ഞാൻ ആലോചിക്കുന്നത്, ഞാൻ അത്രയും അനുഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമുദായത്തിലുള്ള കുട്ടികൾ അത്ര അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ്. അങ്ങനെ ഒരു കുട്ടീനെ അനുഭവിക്കാൻ പാടില്ല. നോമ്പിന്റെയും പിന്നെ ഇസ്ലാമിലുള്ള ഇൻകോറൻസിന്റെയും പിന്നെ ഇസ്ലാമിലുള്ള ടോക്സിസിറ്റിയും കാരണം ഇനി ഒരു കുട്ടി അനുഭവിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ അനുഭവിക്കുമ്പോൾ നമ്മൾ വേറൊരാൾ അനുഭവിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അപ്പൊ അത് വരുമ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്നെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ആ ഒരൊറ്റ ഉദ്ദേശത്തിന്റെ പേരിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതൊക്കെ ഒഴിവായിട്ടും നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ചെയ്യാതിരിക്കുന്നത് വയ്യ, ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ആ ടീനേജ് കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിച്ചതിന്റെ അത്ര നമ്മളെ ഇനി ഒരിക്കലും ഒരു സാധനത്തിനും നമ്മളെ അനുഭവിക്കാൻ പറ്റത്തില്ല എന്നുള്ള തിരിച്ചറിവിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേപോലെ ഒരു കുട്ടി അനുഭവിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. താങ്ക് യു ഫോർ ഷെയറിങ്. അത് ഒരുപാട് വൾണറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് താങ്ക് യു. അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള എല്ലാവരോടും ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ്, ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഈ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള മുസ്ലിംസ് ഉണ്ടാവില്ലേ, ചോദ്യം ചോദിക്കണം എന്ന് വിചാരിക്കുന്ന കുട്ടികൾ, ഇത് കാണുന്ന ആൾക്കാർ, എന്തെങ്കിലും ഇസ്ലാമിന് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് എന്താ പറയാനുള്ളത്? ഇസ്ലാം ആരിഫ് പറയുന്ന കാര്യത്തിന് എനിക്ക് പറയാനുള്ളൂ, നിങ്ങളെ സമാധാനത്തിനോ നിങ്ങളെ ഹെൽത്തിനെയോ നിങ്ങളെ കുടുംബത്തിനെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആൾക്കാരോട് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് ആ സാഹചര്യം ഉണ്ടാകുമ്പോൾ മാത്രം പുറത്ത് ചാടിയാൽ മതി എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. കാരണം നമുക്കുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ആത്മാർത്ഥ തലക്ക് കയറി പിടിച്ചുള്ള പ്രശ്നമാണ്. നമുക്ക് ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്ന് കാണിക്കാൻ നമുക്ക് അറിയില്ല. പുറത്ത് ഒരു ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്തൊരു മാസ്ക് ഇട്ട് നടന്ന് ചിരിച്ചാണ് കാണിക്കാൻ നമുക്ക് അറിയില്ല. ഒരു പാവയെ പോലെ പള്ളിയിൽ പോയി പിന്നെ പപ്പറ്റിനെ പോലെ നിസ്കരിക്കാൻ വേണ്ടി എനിക്കാവില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെ വിമർശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പുറത്ത് വന്ന സമയത്ത് തന്നെ നമ്മൾ നമുക്കുണ്ടായ തിരിച്ചറിവിനെ പറ്റി നമ്മൾ എഴുതിട്ട് കുടുംബക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുകയാണ്. ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതാറുള്ളത്, കാരണം എനിക്ക് ഇംഗ്ലീഷ് കുറച്ചും കൂടി ഇഷ്ടമാണ്. ഇംഗ്ലീഷ് ചെറുപ്പം തൊട്ട് ഇംഗ്ലീഷിലാണ് എഴുതാറുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിൽ കുറച്ചുകൂടി പ്രാവീണ്യം ഉണ്ടെന്ന് പറയാം. വലിയ സംഭവമൊന്നുമല്ല, കുറച്ചും കൂടി മലയാളത്തിനേക്കാളും കുറച്ചും കൂടി അതിൽ എഴുതാൻ കുറച്ചുകൂടി എളുപ്പം. മലയാളം കുറച്ച് എഴുതാൻ പണിയാണ്, പറയാനും പണിയാണ്. നമ്മൾ മലയാളികളായതുകൊണ്ടാണ് മലയാളം എത്ര സുഖത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇംഗ്ലീഷ് കുറച്ചുകൂടി എളുപ്പമുള്ള ഭാഷ ആയതുകൊണ്ട് നമ്മൾ എഴുതാനും പറയാനും കുറച്ചും കൂടി സുഖം അതിലായിരുന്നു. എഴുത്തു തുടങ്ങി അതിലായിരുന്നു. അപ്പൊ എഴുത്തി തുടങ്ങി എല്ലാവർക്കും അയച്ചു കൊടുക്കുകയാണ്. ആരും വായിച്ചില്ല.
അപ്പൊ ഞാൻ എന്നിട്ട് അവർക്ക് വീട്ടിൽ ഇംഗ്ലീഷ് പോവാണ്. അറിയാത്തോണ്ടായിരിക്കും ചിലപ്പം. ആ, പിന്നെ ഒക്കെ എഡ്യൂക്കേറ്റഡ് ആണ്. ഓക്കെ, അതാണ് പ്രശ്നം. ഒക്കെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഇതൊക്കെ വിളിച്ചു പറഞ്ഞു. ഖുറാനിലുള്ള സാധനങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞു. ആ, അപ്പോ പലരും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കലും പിന്നെ എന്താ പറയാ ആഡ് ഹോമിനംസ് പരിപാടികൾ നടത്തുന്നു, ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നു. അപ്പോൾ അതൊക്കെ അന്നേ കഴിഞ്ഞതാ, 5 വർഷം മുന്നേ കഴിഞ്ഞതാ. പിന്നീട് ഇപ്പോ കഴിഞ്ഞ 1 വർഷത്തിന്റെ ഇടയിൽ മതം വിട്ട സമയത്ത് വിട്ടത് പബ്ലിക് ആയതുകൊണ്ട് വേറെ കുറച്ച് സംഭവങ്ങൾ അരങ്ങേറിയെന്നേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ പക്ഷെ അതിനൊന്നും നമ്മളെ ഇപ്പൊ അധികം ഒന്നും ബാധിക്കുന്നില്ല. ഇപ്പൊ 5 വർഷം മുന്നത്തിനെക്കാട്ടിലും നല്ല അവസ്ഥയിലാണ് ഇപ്പൊ ഞാനുള്ളത്. അപ്പോ 5 വർഷം മുന്നേ അത്രയും സാധനങ്ങൾക്ക് ഇടയിൽ നമ്മൾ നിന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇതിപ്പോ എന്താണ്? ടീനേജിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാം ശരിയാണ് എന്നുള്ള ഒറ്റ കാരണത്താൽ അത് വിശ്വസിച്ചത് കൊണ്ട് മാത്രം, ഇസ്ലാമിലെ ദൈവം ശരിയാണെന്നുള്ള ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് മാത്രം സ്വന്തം മാതാപിതാക്കളെയും സ്വന്തം കുടുംബക്കാരെയും ഒക്കെ എതിർത്തുകൊണ്ട് ഇസ്ലാമിന്റെ പിന്നെ എന്താ പറയാ മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് കോയമ്പത്തൂർ ഉണ്ടായിരുന്ന സ്കൂളിൽ നിന്ന് ഞാൻ കേരളത്തിലോട്ട് ഒളിച്ചോടി പോയി, അവിടെ പഠിക്കാൻ വേണ്ടിയിട്ട്. മലപ്പുറത്ത് ഇസ്ലാമിക് സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരു ദിവസം 2 ദിവസം ഭക്ഷണം കിട്ടാണ്ട് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോവാ. സോറി, ചിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ചിരിക്കാൻ പാടുണ്ടെന്ന് അറിയില്ല എന്നാലും. പട്ടിണി കിടന്നിട്ടാണ്. കാരണം വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവര് വീണ്ടും ആ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നുള്ളതുകൊണ്ട്. കാരണം അന്ന് അവിടെയായിരുന്നു പിന്നെ പാരന്റ്സിന് പണി. അപ്പോ സ്കൂളിൽ ചേർക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പോയില്ല. കാരണം എനിക്ക് മുസ്ലിം സ്കൂളിൽ പിന്നെ ഹിദായത്ത് കിട്ടുന്ന സ്ഥലത്ത് പഠിക്കണം. എന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ കാഫിറായി പോവും, ഞാൻ ദാറുൽ കുഫറിലായി പോവും. മലപ്പുറം പോലത്തെ ഒരു മുസ്ലിം രാജ്യം, മുസ്ലിം പിന്നെ മുസ്ലിം മുസ്ലിം രാജ്യം ഇനി രണ്ടാക്കാൻ പോവാണ്. അപ്പൊ ഉള്ളത് കൊണ്ട് അവിടെ പഠിക്കണം എന്നായിരുന്നു. അതാണ് ദാറുൽ ഇസ്ലാം. ഞാൻ അവിടെ പഠിക്കാൻ വേണ്ടിട്ട് പോയപ്പോ അവിടുന്ന് എന്നിട്ട് അവസാനം പട്ടിണി കിടന്നിട്ടാണ് നമ്മള് 2 പ്രാവശ്യം ഓടിപ്പോയി ഞാൻ വീട്ടിൽ നിന്ന്. രണ്ടാമത്തെ പ്രാവശ്യം ഓടിപ്പോയപ്പോഴാണ് ഇവരെന്നെ പിടിച്ചിട്ട് ജമാഅത്ത് ഇസ്ലാമിന്റെ സ്കൂളിൽ കൊണ്ട് ചേർത്തത്. അപ്പൊ എനിക്ക് സന്തോഷമായിരുന്നു. ഈ കാരണം നമ്മൾ തഹജ്ജുദിന് അവസാനം നീച്ച് ഓതുന്നത് നിസ്കരിക്കുന്നതൊക്കെ സന്തോഷമായിരുന്നു ആ സമയത്ത്. എങ്ങനെ തഹജ്ജുദിന് നീച്ച് ഓതുന്നത് നിസ്കരിക്കുന്നതൊക്കെ സന്തോഷമായിരുന്നു. സന്തോഷമായിരുന്നു. ഞാന് ഇവര് താജുദിനെ വിളിക്കൂല, അവര് സുബൈക്കേ വിളിക്കുള്ളൂ. അപ്പൊ ഞാൻ താജുദിന് നിസ്കരിക്കാൻ അവര് വിളിക്കുമല്ലോ. അപ്പോ അവിടെ ഉള്ള കുട്ടികളെക്കാട്ടിലും കൂടുതൽ നേരം നിന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ ഞാൻ അലാറം വെച്ച് എണീക്കും. എന്നിട്ട് റൂമിൽ നിസ്കരിക്കും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പള്ളിയിലും പോയി നിസ്കരിക്കും. എന്നിട്ട് മനസമാധാനം കിട്ടൂല. അതാണ് കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാല്. ഞാൻ പടച്ചവനോട് ഇത്രയും പ്രാർത്ഥിച്ചു കഴിഞ്ഞാലുള്ള മനസമാധാനം കിട്ടും വിചാരിച്ചിട്ട് മനസമാധാനം കിട്ടണമെന്നുണ്ടായിരുന്നില്ല. അപ്പോഴും മനസ്സിനുള്ളിൽ വേറെ കുറെ പ്രശ്നങ്ങൾ, ഐഡന്റിറ്റി ക്രൈസിസ്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇത് അന്ന് ഇത്രയും പ്രശ്നങ്ങൾക്ക് ഇടയിൽ കൂടി മാനസിക ശാരീരികമായിട്ടൊക്കെ തളർന്നിട്ട് കുടുംബക്കാരും ഇല്ല, എല്ലാരെ കൊണ്ട് ചീത്തത് പറയിപ്പിച്ച് അവസാനം വീട്ടുകാർക്ക് ഗത്യന്തരം ഇല്ലാണ്ട് ജമാഅത്ത് ഇസ്ലാമി സ്കൂളിൽ കൊണ്ടാക്കുന്നു. അവിടെ നിന്നിട്ട് ബോർഡിംഗ് സ്കൂളിലാക്കുന്നു. അവിടെ കടന്നിട്ട് നിസ്കാരവും നോമ്പൊക്കെ ആയിട്ടുള്ള ആരോഗ്യം കളയുന്നു. എന്നിട്ട് ആരോഗ്യസ്ഥിതി മോശമായിട്ട് അവസാനം വീട്ടിലോട്ട് എടുത്തു കൊണ്ടുപോയിട്ട് നോക്കുമ്പോൾ വയറിൽ മൊത്തം അൾസർ, പിന്നെ മുറികളാണ്, അൾസേഴ്സാണ്. എന്നിട്ട് നമ്മൾ ജീവിച്ചു. അപ്പോ അതിൻ്റെ അത്ര ഇതൊന്നും വരൂല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അത് ഈ അത്ര അനുഭവിച്ചോണ്ട് അൾസറൊക്കെ നമുക്ക് വെച്ചിട്ട് ഐസിസിൽ പോവാൻ നിന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. അപ്പൊ അൾസർ പിടിച്ചിട്ട് ഇത്രയും അനുഭവിച്ചില്ലേ, എന്നാ പിന്നെ പെട്ടെന്ന് പോയി ചാവാല വിചാരിച്ചായിരിക്കും ചിലപ്പോ, എനിക്കറിയില്ല. ചിലപ്പോ അങ്ങനെ ഒരു റാഷണലൈസേഷൻ ഉണ്ടാവില്ല. എല്ലാ മുസ്ലിമിന്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അല്ലെങ്കിൽ ഇപ്പൊ ഒരാള് സൂയിസൈഡ് ബോംബിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത്ര അധികം ജീവിതം മടുത്തിട്ടുള്ള ഒരാൾ അതൊക്കെ ചെയ്യുള്ളൂ. ഏതായാലും മരിക്കാൻ തോന്നി, എന്നാ പിന്നെ പോയിട്ട് ആരെങ്കിലും പൊട്ടിത്തെറിപ്പിച്ച് ചെയ്യാതായി മരിക്കാൻ വിചാരിച്ചിട്ടായിരിക്കും പോകേണ്ടത്. അതിനോട് എനിക്കൊരു ഡിസഗ്രിമെന്റ് ഉണ്ട്. കാരണം ആ ഒരു ആസ്പെക്ട് മാത്രമല്ല സൂയിസൈഡ് ബോംബേഴ്സിനുള്ളത്. ചില ആളുകൾക്കില്ലേ, എന്ത് ചെയ്താലും ഫോർഗീവ്നെസ്, എന്ത് ചെയ്താലും ഫോർഗീവ്നെസ് കിട്ടുമെന്ന് അറിയണ്ടാവില്ല. ഇപ്പൊ ക്രിസ്ത്യാനികൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ പള്ളിയിൽ കുർബാന ചെയ്താൽ ഫോർഗീവ്നെസ് കിട്ടും. കാരണം നമുക്ക് ഗിൽറ്റ് വെച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഗിൽറ്റാണ് ഏറ്റവും വേഴ്സ്റ്റ് ഫീലിംഗ്. അപ്പം ഈ ഫോർഗീവ്നെസ് എന്ത് ചെയ്താലും കിട്ടുമെന്ന് അറിയില്ല. കാരണം തൗബ ചെയ്താലും പടച്ചോൻ സ്വീകരിക്കോ ഇല്ലെന്ന് അറിയില്ല. പക്ഷെ പടച്ചോൻ സ്വീകരിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, ഷഹീദായാല് എന്തായാലും സ്വർഗത്തില് ഏറ്റവും ഹയസ്റ്റ് കൂലിയല്ലേ. അങ്ങനെ ആ ഒരു പാപഭാരം ഫീൽ ചെയ്തിട്ട് ഗിൽറ്റ് ഇറാഡിക്കേറ്റ് ചെയ്യാനാണ് ചില ആൾക്കാർ സൂയിസൈഡ് ബോംബേഴ്സ് ആവുന്നത്.
എക്സാക്ട്ലി അതാണ് പോയിന്റ്. കാരണം ഇസ്ലാമില് ഒരിക്കലും നമുക്ക് 100% ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. Yeah, exactly. അപ്പോ Yes. കാരണം എന്ത് ചെയ്താലും പ്രശ്നമാ. Mhm. പ്രത്യേകിച്ച് ഒരു ബൗസറ സമുദായത്തിൽ ഇന്ത്യയിൽ ജനിച്ച ഒരു മുസ്ലിമെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിക്കുന്നത് ദാറുൽ കുഫറില. അവർക്ക് എന്ത് ചെയ്താലും യഥാർത്ഥ മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അതെ. അപ്പൊ ഈ കോഗ്നിറ്റീവ് ഡിസണൻസ് കാരണം ഇവിടെ ജീവിക്കുന്ന തന്നെ തെറ്റായത് കൊണ്ട് എങ്ങനെയെങ്കിലും ഇതൊക്കെ പിന്നെ പൊറുക്കുന്ന ഒരു അതൊക്കെ പൊറുക്കപ്പെടുന്നതാണെങ്കിൽ പിന്നെ ഷെയ്തായി മരിച്ചാലാണ്. ഷെയ്തായി മരിച്ചു കഴിഞ്ഞാൽ എല്ലാം പൊറുക്കപ്പെടുന്ന കടം കൊടുത്തത് ഒഴിച്ചത്. അപ്പൊ നമ്മള് കട ആരടുത്തും വാങ്ങൂല. അപ്പൊ കട ഏതായാലും കൊടുത്തിട്ടില്ല, അൽഹംദുലില്ലാ. അപ്പൊ ഞാൻ എങ്ങനെ ആലോചിക്കുക, പിന്നെ വേഗം പോയിട്ട് ചെയ്താൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ എന്ന് വിചാരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നടക്കുന്നത്. ഈ പാത്തു പറഞ്ഞ എക്സാക്ട്ലി കറക്റ്റ് ആണ്. അതാണ് അവരുടെ ചിന്ത എന്ന് പറയുന്നത്. വേഗം പോയിട്ട് മരിച്ചു ഇതൊക്കെ പൊറുക്കല്ലോ, സ്വർഗത്ത് പോകാലോ. അതാണ് നമുക്കുണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് സെൽവാൻ. നമ്മളോട് ഇത്രയും സമയം സംസാരിച്ചതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.